Good evening all. Industries Extension Officer-ന്റെ മാത്തമാറ്റിക്സ് സിലബസിന്റെ ലീനിയർ ഓൾജിബ്ര ക്ലാസ് ലീനിയർ ഓൾജിബ്രയിലെ സെക്കൻഡ് ക്ലാസ് ആണെന്ന്. നമ്മുടെ സിലബസിലെ ലീനിയർ ഓൾജിബ്രയില് 8 മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ലാസ്റ്റ് ക്ലാസ്സില് മെട്രിക്സിന്റെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെട്രിക്സിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് മെട്രിക്സ് ഓൾജിബ്രയാണ്. മെട്രിക്സ് ഓൾജിബ്രയില് മെട്രിക്സ് അഡിഷൻ, മെട്രിക്സ് സബ്ട്രാക്ഷൻ, ഇൻവേഴ്സ് ഓഫ് മെട്രിക്സ് ആണ് നമുക്ക് നോക്കേണ്ടത്. നോർമലി സ്ട്രേറ്റ് ഫോർവേഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ആ പർട്ടിക്കുലർ പോർഷൻസ് ഇത് ചോദിക്കുന്നത്. ഇൻവേഴ്സ് ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു മെട്രിക്സിന്റെ അഡ്ജോയിന്റ് ഓഫ് മെട്രിക്സ് ബേസ് ചെയ്തിട്ട് പ്രോബ്ലമാറ്റിക് ക്വസ്റ്റ്യൻസ്, അത് ഒന്നെങ്കിൽ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ വഴിയുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും ട്രിക്ക് യൂസ് ചെയ്ത് അഡ്ജോയിന്റ് ഓഫ് മെട്രിക്സിൽ കുറെ ഷോർട്ട് കട്ട്സും അതുപോലെ കുറെ ഇക്വേഷൻസും ഉണ്ട്, അത് ബേസ് ചെയ്തിട്ട് ഏതെങ്കിലും ക്വസ്റ്റ്യൻസ്. ഓക്കെ, എല്ലാവരും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെന്ന് കരുതുന്നു. ലാസ്റ്റ് ഒരു 85 ഡേയ്സ് ആണ് നമുക്കുള്ളത്. അതില് മാത്സിന് എന്താണ് 40 മാർക്കാണ്. മാത്സ് പഠിക്കാൻ മാക്സിമം എഫേർട്ട് എടുക്കുക. അറ്റ്ലീസ്റ്റ് ഒരു ദിവസം 12 അവേഴ്സ് പ്രിപ്പയർ ചെയ്യാൻ ശ്രമിക്കുക. 12 അവേഴ്സ് അല്ലെങ്കിൽ എന്താണ് ജോലിക്ക് പോകുന്നവരാണെങ്കിൽ മിനിമം 8 അവേഴ്സ് പ്രിപ്പയർ ചെയ്യാൻ ശ്രമിക്കുക. ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസറിന്റെ ക്വസ്റ്റ്യൻസ് വളരെ സിമ്പിൾ ആയിരിക്കും. പക്ഷെ എക്സാം എന്തായിരിക്കും? ഡിഫിക്കൽട്ട് ആയിരിക്കും. കാരണം എന്താണ്? ലാർജ് നമ്പർ ഓഫ് എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ്, എല്ലാ ബ്രാഞ്ചിൽ നിന്നുള്ള എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് അപ്പിയർ ചെയ്യുന്ന ഒരു എക്സാം ആണ്. മിനിമം 10,000 സ്റ്റുഡൻസ് അപ്പിയർ ചെയ്യായിരിക്കും. ആ 10,000 സ്റ്റുഡൻസിൽ ഒരു 100 പേർക്ക് അഡ്വൈസ് കിട്ടാൻ എന്തായിരിക്കും? ചാൻസ് വളരെ വളരെ കുറവായിരിക്കും. പ്രോബബിലിറ്റി വളരെ കുറവായിരിക്കും. ഇതിനും 10,000 സ്റ്റുഡൻസ് ചെയ്ത 9,900 സ്റ്റുഡൻസിനെ നമുക്ക് എന്ത് ചെയ്യണം? എലിമിനേറ്റ് ചെയ്യണം. അന്നേരം ഈ 100 സ്റ്റുഡൻസിന് സെയിം 80 ഡേയ്സ് ആണുള്ളത്. എല്ലാ സ്റ്റുഡൻസിനും 80 ഡേയ്സ് ആണുള്ളത്. ഈ 80 ഡേയ്സ് സിലബസ് ഓറിയന്റഡ് ആയിട്ട് എങ്ങനെയാണോ അപ്രോച്ച് ചെയ്യുന്നത്, അല്ലെങ്കിൽ സിലബസിനെ സ്മാർട്ടായിട്ട് എങ്ങനെയാണോ കംപ്ലീറ്റ് ചെയ്യുന്നത്, അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ റാങ്ക് മാറുന്നത്. ആ റാങ്കില് ഏറ്റവും കൂടുതൽ എന്താണ് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടർ മാത്തമാറ്റിക്സ് ആണ്. ബാക്കി പോർഷൻസിൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് ബൈഹാർട്ട് ചെയ്താലും അല്ലെങ്കിൽ ജസ്റ്റ് റീഡ് ചെയ്താലും ക്വസ്റ്റ്യൻസ് എവിടെയെങ്കിലും എന്താണ് കണ്ട ഓർമ്മ ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഒരുപോലെ ആൻസർ എന്ത് ചെയ്യാൻ പറ്റും? സോൾവ് ചെയ്യാൻ പറ്റും. തിരിച്ച് മാത്തമാറ്റിക്സിൽ അതിന് വേണ്ടിയിട്ട് എക്സ്ട്രാ പ്രിപ്പറേഷൻ എടുത്ത് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്കായിരിക്കും 40 അറൌണ്ട് 35 ടു അല്ലെങ്കിൽ 38 ടു 40 റേഞ്ച് ഫുൾ മാർക്ക് വാങ്ങിക്കാൻ പറ്റുന്നത്. അതായിരിക്കും നിങ്ങളുടെ റാങ്കിനെ വേരി ചെയ്യിക്കുന്നത്. അതുകൊണ്ട് മാത്തമാറ്റിക്സിൽ മാക്സിമം എഫേർട്ട് എടുക്കുക. ബാക്കി സബ്ജക്റ്റിലും ബേസ്ഡ് ഓൺ പ്രയോറിറ്റി ആൻഡ് മാർക്ക് വെയിറ്റേജ് നിങ്ങളുടെ ടൈം വേരി ചെയ്യുക. ഓക്കെ, ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് മെട്രിക്സിന്റെ ഡെഫിനിഷനിൽ നിന്നായിരുന്നു. മെട്രിക്സില് അതിന്റെ ഡയമെൻഷൻ ബേസ് ചെയ്തിട്ട് 3 ഡിഫറെന്റ് ക്ലാസിഫിക്കേഷൻ ഉണ്ടെന്ന് പറഞ്ഞു. റോ മെട്രിക്സ്, കോളം മെട്രിക്സ്, അതുപോലെ സ്ക്വയർ മെട്രിക്സ്. ഒരു നോർമൽ മെട്രിക്സിന് നമുക്ക് റെക്ടാങ്കുലർ അറേഞ്ച്മെന്റ് ഓഫ് എലമെന്റ്സ് എന്ന് പറയാം. ലെങ്ത് ആയിട്ടും വിഡ്ത് ആയിട്ടും അല്ലെങ്കിൽ കോളം വൈസും റോ വൈസും ആയിരിക്കും എലമെന്റ്സിനെ അറേഞ്ച് ചെയ്യുന്നത്. ആ മെട്രിക്സിലെ എലമെന്റ്സ് ബേസ് ചെയ്തിട്ട് കുറെ ക്ലാസിഫിക്കേഷൻസ് പറഞ്ഞു. എലമെന്റ്സിലെ ഡയഗണൽ എലമെന്റ്സിൽ താഴെ ഫുള്ള് 0 ആണെങ്കിൽ അതെന്തായിരിക്കും? അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ആയിരിക്കും. ഡയഗണൽ എലമെന്റിന്റെ മുകളിൽ ഫുള്ള് 0 ആണെങ്കിൽ എന്തായിരിക്കും? ലോവർ ട്രയാങ്കുലർ മെട്രിക്സ് ആയിരിക്കും എന്ന് പറഞ്ഞു. ഡയഗണൽ എലമെന്റ്സ് മാത്രം നോൺ 0, ബാക്കി എല്ലാ എലമെന്റ്സും 0 ആണെങ്കിൽ എന്തായിരിക്കും? ഡയഗണൽ മെട്രിക്സ് ആയിരിക്കും. ഡയഗണൽ മെട്രിക്സിന് കുറെ പ്രോപ്പർട്ടീസ് ഉണ്ട്. ആ പ്രോപ്പർട്ടീസ് നമ്മൾ പറഞ്ഞു. ഡയഗണൽ മെട്രിക്സില് ഡയഗണൽ എലമെന്റ്സ് 1 ആണെങ്കിൽ ആ ടൈപ്പ് ഓഫ് മെട്രിക്സ് എന്തായിരിക്കും? യൂണിറ്റ് മെട്രിക്സ് അല്ലെങ്കിൽ ഐഡന്റിറ്റി മെട്രിക്സ് ആയിരിക്കും. അത് മെട്രിക്സിൽ എന്തായിരിക്കും? മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി മെട്രിക്സ് ആയിരിക്കും. ഓക്കെ, ഡയഗണൽ മെട്രിക്സിന്റെ കുറെ പ്രോപ്പർട്ടീസ് പറഞ്ഞു. ആ പ്രോപ്പർട്ടീസ് ഒന്നുകൂടെ ആ പർട്ടിക്കുലർ പോർഷൻസ് നോക്കുമ്പം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. എയ്ഗൻ വാല്യൂസ് എന്താണ്, എയ്ഗൻ വെക്ടേഴ്സ് എന്താണെന്ന് ആ പർട്ടിക്കുലർ പോർഷൻസ് പഠിക്കുമ്പം കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാം. ഇനി ടൈപ്പ് ഓഫ് മെട്രിക്സിന്റെ ഓൾജിബ്രൈക് ഓപ്പറേഷനില് അത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സിന്റെ ബേസിൽ ടൈപ്പ് ഓഫ് മെട്രിക്സിന്റെ ഐഡം പൊട്ടന്റ് മെട്രിക്സ്, ഇൻവല്യൂട്ടറി മെട്രിക്സ്, അതുപോലെ നിൽ പൊട്ടന്റ് മെട്രിക്സ്, അങ്ങനെ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. എക്സ്ട്രാ ക്ലാസിഫിക്കേഷൻ നമ്മൾ പറഞ്ഞു ഓർത്തോഗണൽ മെട്രിക്സ് എന്ന് പറഞ്ഞു. ഐഡം പൊട്ടന്റ് മെട്രിക്സില് ഓൾവേസ് സ്ക്വയർ ഓഫ് മിനിമം
സ്ക്വയർ ഓഫ് മെട്രിക്സ് ഈക്വൽ ടു എന്ത് തന്നെ ആയിരിക്കണം? ഒറിജിനൽ മെട്രിക്സ് തന്നെ ആയിരിക്കണം. അത് സാറ്റിസ്ഫൈ ചെയ്താല് ഏത് ഹയർ പവറും എന്ത് തന്നെ പ്രൊഡ്യൂസ് ചെയ്യും? ഒറിജിനൽ മെട്രിക്സ് തന്നെ പ്രൊഡ്യൂസ് ചെയ്യും. ഇൻവല്യൂട്ടറി മെട്രിക്സിന്റെ സ്ക്വയർ ഓഫ് മെട്രിക്സ് എന്തായിരിക്കും? ഐഡന്റിറ്റി മെട്രിക്സ് ആയിരിക്കും. Therefore, ഇൻവല്യൂട്ടറി മെട്രിക്സില് ആ സെയിം മെട്രിക്സ് തന്നെ ആയിരിക്കും അതിന്റെ ഇൻവേഴ്സ്. അന്നേരം ക്വസ്റ്റ്യനില് ഒരു ഇൻവല്യൂട്ടറി മെട്രിക്സ് തന്നിട്ട് അതിന്റെ ഇൻവേഴ്സ് ചോദിച്ചാല് ആ സെയിം മെട്രിക്സ് തന്നെ ആയിരിക്കും ആൻസർ. കാരണം ഏതൊരു ഇൻവല്യൂട്ടറി മെട്രിക്സിനെ, ഇപ്പൊ എക്സാമ്പിള് ഇതൊരു ഇൻവല്യൂട്ടറി മെട്രിക്സ് ആയിട്ട് എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ആ മെട്രിക്സിനെ ആ സെയിം മെട്രിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് ആൻസർ കിട്ടും? ഐഡന്റിറ്റി മെട്രിക്സ് കിട്ടും. Therefore, ഈ മെട്രിക്സിന്റെ ഇൻവേഴ്സ് ചോദിച്ചാൽ നമുക്ക് എന്തെന്ന് തന്നെ പറയാം? ആ സെയിം മെട്രിക്സ് എന്ന് തന്നെ പറയാം. ഓക്കെ, നെക്സ്റ്റ് നിൽ പൊട്ടന്റ് മെട്രിക്സ് ആണ് നോക്കിയത്. ഒരു പർട്ടിക്കുലർ പവർ ഓഫ് മെട്രിക്സില് ആ മെട്രിക്സിന്റെ പ്രോഡക്റ്റ് എന്തായിട്ട് മാറും? നൾ മെട്രിക്സ് ആയിട്ട് മാറും. ഇപ്പൊ എക്സാമ്പിള് ഒരു എ എന്ന് പറഞ്ഞ മെട്രിക്സില് A⁻³ ഒരു നൾ മെട്രിക്സ് കിട്ടിയാല് നമുക്ക് പറയാം അതൊരു നിൽ പൊട്ടന്റ് മെട്രിക്സ് ആയിരിക്കും. അതിന്റെ ഓർഡർ ഓഫ് ദ നിൽ പൊട്ടന്റ് അല്ലെങ്കിൽ ബേസ് ഓഫ് ദ നിൽ പൊട്ടന്റ് അല്ലെങ്കിൽ ഇൻഡെക്സ് ഓഫ് ദ നിൽ പൊട്ടന്റ് എന്തായിരിക്കും? 3 ആയിരിക്കും. 3യിൽ താഴെ ഒരിക്കലും എന്താകത്തില്ല? നൾ മെട്രിക്സ് ആകത്തില്ല. അതൊരു നോൺ സീറോ എലമെന്റ്സ് ആയിരിക്കും. നെക്സ്റ്റ് പറഞ്ഞത് ഓർത്തോഗണൽ മെട്രിക്സ് എന്നാണ്. ഒരു മെട്രിക്സും അതിന്റെ ട്രാൻസ്പോസും മൾട്ടിപ്ലൈ ചെയ്താല് റിസൾട്ടന്റ് ആയിട്ട് ഐഡന്റിറ്റി മെട്രിക്സ് കിട്ടിയാല് ആ ടൈപ്പ് ഓഫ് മെട്രിക്സിന് എന്തെന്ന് പറയാം? ഓർത്തോഗണൽ മെട്രിക്സ് എന്ന് പറയാം. ഓൾവേസ് ഓർത്തോഗണൽ മെട്രിക്സില് ട്രാൻസ്പോസ് ഓഫ് ദ മെട്രിക്സ് ആയിരിക്കും അതിന്റെ ഇൻവേഴ്സ്. അതും ക്വസ്റ്റ്യൻ ചോദിക്കാം. ഒരു ഓർത്തോഗണൽ മെട്രിക്സ് തന്നിട്ട് വാട്ട് ഈസ് ദ ഇൻവേഴ്സ് ഓഫ് ദ മെട്രിക്സ് എന്ന് ചോദിച്ചാല് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന മെട്രിക്സിന്റെ റോസും കോളംസും പരസ്പരം ഇന്റർചേഞ്ച് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ആ മെട്രിക്സിന്റെ ഇൻവേഴ്സ് കിട്ടും. അങ്ങനെ ഒരു പ്രോപ്പർട്ടി കാണിക്കുന്ന ഒരു മെട്രിക്സ് ആണ് ഓർത്തോഗണൽ മെട്രിക്സ്. അതിൽ വേറെയും കുറെ പ്രോപ്പർട്ടീസ് ഉണ്ട്. ഓർത്തോഗണൽ മെട്രിക്സിന്റെ എയ്ഗൻ വാല്യൂസിന് കുറെ പ്രോപ്പർട്ടി ഉണ്ട്. അതിന്റെ ഡിറ്റർമിനന്റിന് കുറെ പ്രോപ്പർട്ടി ഉണ്ട്. അത് ആ പർട്ടിക്കുലർ പോർഷൻസ് പഠിക്കുമ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നെക്സ്റ്റ് പറഞ്ഞത് ട്രേസ് ഓഫ് ദ മെട്രിക്സ് ആണ്. ഓൾവേസ് സം ഓഫ് ഡയഗണൽ എലമെന്റ്സ് ആയിരിക്കും ട്രേസ് ഓഫ് ദ മെട്രിക്സ്. എക്സാമ്പിള് ഒരു nth ഓർഡറിലുള്ള ഒരു ഐഡന്റിറ്റി മെട്രിക്സ് എടുത്താല് അതിന്റെ ട്രേസ് എന്തായിരിക്കും? ട്രേസ് ഈക്വൽ ടു n ടൈംസ് 1 ആഡ് ചെയ്യുന്നതായിരിക്കും. Therefore, അതിന്റെ ട്രേസ് എന്തായിരിക്കും? n ആയിരിക്കും. തിരിച്ച് സെയിം ഡയഗണൽ എലമെന്റിൽ തന്നെ ഡയഗണൽ എലമെന്റ്സ് മാത്രം എക്സെട്ര 1, 2, 3 എക്സെട്ര പോകുന്നു. ബാക്കി എല്ലാ എലമെന്റ്സും 0 ആണെങ്കിൽ n ആണ് അതിന്റെ ഓർഡർ എങ്കിൽ ട്രേസ് ഓഫ് ദ എലമെന്റ് എന്തായിരിക്കും? ട്രേസ് ഓഫ് ദ മെട്രിക്സ് ഈക്വൽ ടു എന്താണ്? 1 + 2 + 3 + എക്സെട്ര അപ് ടു n ആയിരിക്കും. സം ഓഫ് n നാച്ചുറൽ നമ്പേഴ്സ് നമുക്കറിയാം n × n + 1/2 ആയിരിക്കും. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഇവിടെ നാച്ചുറൽ നമ്പർ തരാം, സ്ക്വയർ ഓഫ് നാച്ചുറൽ നമ്പർ തരാം, ക്യൂബ് ഓഫ് നാച്ചുറൽ നമ്പർ തരാം. അതിനനുസരിച്ച് അതിന്റെ ഇക്വേഷൻസ് ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, അതിന് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. ട്രേസ് ഓഫ് ദ മെട്രിക്സ് ഓൾവേസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? ഒരു മെട്രിക്സിന്റെ സം ഓഫ് ദ ഡയഗണൽ എലമെന്റ്സ് ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ഇക്വാളിറ്റി ഓഫ് മെട്രിക്സിൽ പറഞ്ഞു സെയിം ഓർഡറിലുള്ള രണ്ട് മെട്രിക്സ് ഈക്വൽ ആണെന്ന് പറഞ്ഞാൽ അതിന്റെ കറസ്പോണ്ടിങ് എലമെന്റ്സ് അല്ലെങ്കിൽ സെയിം പൊസിഷനിലുള്ള എലമെന്റ്സ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതിനെ ബേസ് ചെയ്തും പ്രോബ്ലമാറ്റിക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. എക്സിൽ അല്ലെങ്കിൽ ഒരു അൺനോൺ കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ഒരു പോളിനോമിയൽ തന്നിട്ട് രണ്ട് മെട്രിക്സ് ഈക്വൽ ആയിട്ട് അതിലെ വേരിയബിളിന്റെ വാല്യൂ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസ് തരാം. ട്രാൻസ്പോസ് ഓഫ് മെട്രിക്സ് പറഞ്ഞു റോസും കോളംസും ഇന്റർചേഞ്ച് ചെയ്താൽ നമുക്ക് കിട്ടുന്ന റിസൾട്ടന്റ് മെട്രിക്സ് ആയിരിക്കും ട്രാൻസ്പോസ് ഓഫ് ദ മെട്രിക്സ്. അവിടെ ഓർഡർ എന്തായിട്ട് മാറും? റിവേഴ്സ് ആയിട്ട് മാറും. m/n ആണ് ഓർഡർ ഓഫ് ദ ഒറിജിനൽ മെട്രിക്സ് എങ്കിൽ ട്രാൻസ്പോസ് ഓഫ് മെട്രിക്സിന്റെ ഓർഡർ എന്തായിരിക്കും? n/m ആയിരിക്കും. ഓക്കെ, ട്രാൻസ്പോസിന്റെ പ്രോപ്പർട്ടീസ് പറഞ്ഞു. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് പ്രോപ്പർട്ടിയാണ് ലാസ്റ്റ് പ്രോപ്പർട്ടി. AB ട്രാൻസ്പോസ് ഈക്വൽ ടു B ട്രാൻസ്പോസ് A ട്രാൻസ്പോസ് ആയിരിക്കും. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കിയാല് ഈ സെയിം ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. സെയിം പ്രോപ്പർട്ടി ഇൻവേഴ്സിലും സാറ്റിസ്ഫൈ ചെയ്യും. AB ദ ഹോൾ ഇൻവേഴ്സ് ഒരു പ്രോഡക്റ്റ് ഓഫ് മെട്രിക്സിന്റെ ഇൻവേഴ്സ് ഈക്വൽ ടു എന്തായിരിക്കും? B ഇൻവേഴ്സ് ഇൻറ്റു A ഇൻവേഴ്സ് ആയിരിക്കും. അന്നേരം ട്രാൻസ്പോസും ഇൻവേഴ്സും ഒരുപോലെ ഉപയോഗിച്ചിരുന്ന ഒരു പ്രോപ്പർട്ടിയാണ് പ്രോഡക്റ്റിന്റെ ട്രാൻസ്പോസ് അല്ലെങ്കിൽ പ്രോഡക്റ്റിന്റെ ഇൻവേഴ്സ് ഈക്വൽ ടു ഓരോ എന്താണ് മെട്രിക്സിന്റെ ഇൻവേഴ്സ് അല്ലെങ്കിൽ ട്രാൻസ്പോസിന്റെ റിവേഴ്സ് പ്രോഡക്റ്റ് ആയിരിക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് കരുതുന്നു.
നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ള പോർഷൻ ആണ് ബേസ്ഡ് ഓൺ ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ്. മെട്രിക്സിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. സിമെട്രിക് മെട്രിക്സ് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ പ്രോപ്പർട്ടി. ഈ ഇൻഡസ്ട്രി സെക്ഷൻ ഓഫീസറിന്റെ ലാസ്റ്റ് 2 മന്തിന് മുന്നേ ഒരു എക്സാം നടന്നിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം. ആ എക്സാമിൽ ഒരു ക്വസ്റ്റ്യൻ സിമെട്രിക് മെട്രിക്സിന്റെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഡയറക്റ്റ് സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് എന്താണ് ഫൈൻഡ് ദ സിമെട്രിക് മെട്രിക്സ് ഫ്രം ദ ഓപ്ഷൻ, അങ്ങനെ എന്തോ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ആ ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം ക്ലാസ്സിൽ. എല്ലാ ക്വസ്റ്റ്യൻസും കംപ്ലീറ്റ് ചെയ്തിട്ട് അറിഞ്ഞിരിക്കുക, ഒരു മെട്രിക്സ് സിമെട്രിക് മെട്രിക്സ് എന്ന് പറഞ്ഞാല് ആ മെട്രിക്സിന്റെ ട്രാൻസ്പോസ് ഈക്വൽ ടു എന്ത് തന്നെ ആയിരിക്കണം, അതിന്റെ ഒറിജിനൽ മെട്രിക്സ് തന്നായിരിക്കണം. എന്ന് പറഞ്ഞാല് റോസും കോളംസും ഇന്റർചേഞ്ച് ചെയ്താല് നമുക്ക് കിട്ടുന്ന മെട്രിക്സ് ഈക്വൽ ടു ഒറിജിനൽ മെട്രിക്സ് തന്നെ ആണെങ്കിൽ ആ ടൈപ്പ് ഓഫ് മെട്രിക്സിനെ പറയുന്ന പേരാണ് എന്ത്, സിമെട്രിക് മെട്രിക്സ്. ഫോർ എക്സാമ്പിൾ, ഒരു 3x3 മെട്രിക്സ് തന്നിട്ടുണ്ട്. ഓൾവേസ് സിമെട്രിക് മെട്രിക്സ് ഡിഫൈൻ ചെയ്യുന്നത് എന്തിനു മാത്രമായിരിക്കും, സ്ക്വയർ മെട്രിക്സിന് മാത്രമായിരിക്കും. കാരണം റോസും കോളംസും ഇന്റർചേഞ്ച് ചെയ്താല് അത് സ്ക്വയർ എന്താണ് സെയിം ഓർഡർ തന്നെ വരണമെങ്കിൽ, സെയിം ഓർഡർ തന്നെ ആയിരിക്കണമെങ്കിൽ ആ മെട്രിക്സ് എന്തായിരിക്കണം, സ്ക്വയർ മെട്രിക്സ് ആയിരിക്കണം. ദർഫോർ സ്ക്വയർ മെട്രിക്സ് എന്നുള്ള ഒരു പ്രോപ്പർട്ടിയാണ് സിമെട്രിക് പ്രോപ്പർട്ടിയും അതുപോലെ സ്ക്യൂ സിമെട്രിക് പ്രോപ്പർട്ടിയും. ഇവിടെ ഒരു 3x3 മെട്രിക്സ് തന്നിട്ടുണ്ട്. ഈ മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എടുത്താൽ ഫസ്റ്റ് കോളം ഇതാണ്. ട്രാൻസ്പോസ് എടുക്കുമ്പം ഫസ്റ്റ് കോളം എന്തായിട്ട് മാറും, ഫസ്റ്റ് റോ ആയിട്ട് മാറും. ഓക്കെ, ഫസ്റ്റ് കോളം എന്തായിട്ട് മാറും, ഫസ്റ്റ് റോ ആയിട്ട് മാറും. സിമിലർലി സെക്കൻഡ് കോളം എന്തായിട്ട് മാറും, സെക്കൻഡ് റോ ആയിട്ട് മാറും. ദർഫോർ കിട്ടുന്ന റിസൾട്ടന്റ് മെട്രിക്സും ഒറിജിനൽ മെട്രിക്സും നോക്ക്, ഈ മെട്രിക്സ് തന്നെയാണ് അതിന്റെ ട്രാൻസ്പോസ് എടുത്തപ്പോഴും കിട്ടിയത്. ദർഫോർ ഈ മെട്രിക്സ് എന്തായിരിക്കും, ഒരു സിമെട്രിക് മെട്രിക്സ് ആയിരിക്കും. അന്നേരം ഓർത്തിരിക്കുക, ഓൾവേസ് ഫോർ എ സിമെട്രിക് മെട്രിക്സ് അതിന്റെ ട്രാൻസ്പോസ് ഈക്വൽ ടു ഒറിജിനൽ മെട്രിക്സ് തന്നെ ആയിരിക്കും. ഇതും പ്രോബ്ലമാറ്റിക് ക്വസ്റ്റ്യൻസിൽ വരാറുണ്ട്. ഇപ്പം ഇവിടെ ക്വസ്റ്റ്യനിൽ ഒരു സിമെട്രിക് മെട്രിക്സ് തരും, ഏതെങ്കിലും ഒരു എലമെന്റ് എന്ത് തരും, എക്സ് എന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും അൺനോൺ ക്വാണ്ടിറ്റി എന്ന് തരും. അന്നേരം ഓർത്തിരിക്കേണ്ടത്, ഇവിടെ വരുന്ന എലമെന്റും ഇവിടെ വരുന്ന എലമെന്റും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. സിമിലർലി ഇവിടെ വരുന്ന എലമെന്റും ഇവിടുത്തെ എലമെന്റും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ഈ എലമെന്റും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. അതായത് ഇൻ ജനറൽ നമുക്ക് പറയാം എ ഐ ജെയും എ ജെ ഐ എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, A23യും A32 എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. A13യും A31 എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. അന്നേരം ഒരു മെട്രിക്സിന് ഒരു മെട്രിക്സ് സിമെട്രിക് മെട്രിക്സ് എന്ന് പറഞ്ഞാല് അതിന്റെ എന്താണ്, ഡയഗണൽ എലമെന്റ്സിന് മുകളിലോട്ടുള്ള എലമെന്റ്സും ഡയഗണൽ എലമെന്റ്സിന് താഴോട്ടുള്ള എലമെന്റ്സും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. സെയിം പൊസിഷനിലുള്ള എലമെന്റ്സ് ഈക്വൽ ആയിരിക്കും. ഇനി അറിഞ്ഞിരിക്കുക, ഒരു മെട്രിക്സ് അതിന്റെ പ്രോപ്പർട്ടീസ് ആയിട്ട് അറിഞ്ഞിരിക്കുക, എയും ബിയും രണ്ട് മെട്രിക്സ് ആണെങ്കിൽ എ പ്ലസ് ബി ഇത് ട്രാൻസ്പോസ് എടുക്കുന്നു. ഇനി ഞാൻ അസ്യൂം ചെയ്യുന്നു എയും ബിയും സെപ്പറേറ്റ്ലി സിമെട്രിക് മെട്രിക്സ് ആണെന്ന് അസ്യൂം ചെയ്യുന്നു. നോർമലി സം ഓഫ് ദ മെട്രിക്സിന്റെ ട്രാൻസ്പോസ് നമ്മൾ പറഞ്ഞു, പ്രോപ്പർട്ടി ഓഫ് ട്രാൻസ്പോസിൽ പറഞ്ഞു, സം ഓഫ് മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എന്തായിരിക്കും, ഓരോ മെട്രിക്സിന്റെയും ട്രാൻസ്പോസിന്റെ സം ആയിരിക്കും. എയും ബിയും സെപ്പറേറ്റ്ലി സിമെട്രിക് ആണെങ്കിൽ എ ട്രാൻസ്പോസ് ഈക്വൽ ടു എന്ത് തന്നെ ആയിരിക്കും, എ തന്നെ ആയിരിക്കും. ബി ട്രാൻസ്പോസ് ഈക്വൽ ടു ബി തന്നെ ആയിരിക്കും. ദർഫോർ എ പ്ലസ് ബിയുടെ ട്രാൻസ്പോസ് ഈക്വൽ ടു എന്ത് തന്നെ കിട്ടി, എ പ്ലസ് ബി തന്നെ കിട്ടി. ദർഫോർ നമുക്ക് പറയാം സം ഓഫ് ടു സിമെട്രിക് മെട്രിക്സ് ഓൾവേസ് ഈക്വൽ ടു അനദർ സിമെട്രിക് മെട്രിക്സ് ആയിരിക്കും. അതുപോലെ എ പ്ലസ് ബിക്ക് പകരം എ മൈനസ് ബി എടുത്താലും, പ്ലസിന് പകരം എ മൈനസ് എടുത്താലും നമുക്ക് ഫൈനലി കിട്ടുന്നത് എന്ത് തന്നെ ആയിരിക്കും, എ മൈനസ് തന്നെ ആയിരിക്കും. ദർഫോർ സം ആൻഡ് ഡിഫറൻസ് ഓഫ് ടു സിമെട്രിക് മെട്രിക്സസ് ഈസ് അഗൈൻ എന്തായിരിക്കും, അനദർ സിമെട്രിക് മെട്രിക്സ് ആയിരിക്കും. അത് സിമെട്രിക് മെട്രിക്സിന്റെ 4 പ്രോപ്പർട്ടീസ് തന്നിട്ട് ഏതാണ് കറക്റ്റ് ആൻസർ അല്ലെങ്കിൽ ഏതാണ് റോങ് ആൻസർ എന്ന് ക്വസ്റ്റ്യൻ ചോദിക്കും. അത് അറിഞ്ഞിരിക്കുക, ഓൾവേസ് സം ഓഫ് സിമെട്രിക് മെട്രിക്സ് ഈക്വൽ ടു എന്തായിരിക്കും, അനദർ സിമെട്രിക് മെട്രിക്സ് ആയിരിക്കും. അതുപോലെ ഡിഫറൻസ് ഓഫ് ടു സിമെട്രിക് മെട്രിക്സ് ഈക്വൽ ടു അനദർ സിമെട്രിക് മെട്രിക്സ് ആയിരിക്കും. ഓക്കെ, പക്ഷെ പ്രോഡക്റ്റിൽ അത് സാറ്റിസ്ഫൈ ചെയ്യത്തില്ല. കാരണം എന്താണ്, പ്രോഡക്റ്റിൽ സാറ്റിസ്ഫൈ ചെയ്യാത്ത കാരണം എന്താണ്, എ ബി ട്രാൻസ്പോസിന്റെ ഇക്വേഷൻ നമുക്കറിയാം, എ ബി ട്രാൻസ്പോസ് ഈക്വൽ ടു P
ബി ട്രാൻസ്പോസ് എ ട്രാൻസ്പോസ് ആണ്. ബിയും എയും സിമ്മട്രിക് ആണെങ്കിൽ ബി ട്രാൻസ്പോസ് ഈക്വൽ ടു ബി എന്ന് എഴുതാം, എ ട്രാൻസ്പോസ് ഈക്വൽ ടു എ എന്ന് എഴുതാം. എ ബി ട്രാൻസ്പോസ് കണ്ടുപിടിച്ചപ്പം എനിക്ക് കിട്ടിയ ആൻസർ എന്താണ്? ബി എ ആണ്. ഒരിക്കലും മെട്രിക്സില് മൾട്ടിപ്ലിക്കേഷൻ എന്തല്ല, കമ്മ്യൂട്ടേറ്റീവ് അല്ല. എയും ബിയും മൾട്ടിപ്ലൈ ചെയ്യുന്നതും ബിയും എയും മൾട്ടിപ്ലൈ ചെയ്യുന്നതും ഈക്വൽ ആണെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ഓക്കെ, എല്ലാ കേസിലും പറയാൻ പറ്റില്ല, ചില കേസിൽ മാത്രം പറയാം. ദെർഫോർ എ ബി ട്രാൻസ്പോസ് ഈക്വൽ ടു എ ബി അല്ല, നമുക്ക് കിട്ടിയത് എന്താണ്? ബി എ ആണ്. ദെർഫോർ രണ്ട് സിമെട്രിക് മെട്രിക്സിന്റെ പ്രോഡക്റ്റ് ഒരിക്കലും അനദർ സിമെട്രിക് മെട്രിക്സ് ആണെന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, നെക്സ്റ്റ് പ്രോപ്പർട്ടി, എ എന്ന് പറയുന്ന മെട്രിക്സ് സിമെട്രിക് മെട്രിക്സ് ആണെങ്കിൽ അതിന്റെ ഏത് ഹയസ്റ്റ് പവർ എടുത്താലും, ഏത് ഹയസ്റ്റ് പവർ n എടുത്താലും അത് എന്ത് തന്നെ ആയിരിക്കും? അനദർ സിമെട്രിക് മെട്രിക്സ് തന്നെ ആയിരിക്കും. എ റേസ് ടു എൻ ദ ഹോൾ ട്രാൻസ്പോസ് ഈക്വൽ ടു എന്ത് തന്നെ നമുക്ക് ആൻസർ കിട്ടും? എ റേസ് ടു n തന്നെ കിട്ടും. ദെർഫോർ എ എന്ന് പറയുന്ന മെട്രിക്സ് സിമെട്രിക് ആണെങ്കിൽ അതിന്റെ ഏത് ഹയസ്റ്റ് പവറും എന്തായിരിക്കും? അനദർ സിമെട്രിക് മെട്രിക്സ് ആയിരിക്കും. ഓക്കെ, എ ട്രാൻസ്പോസ് ഈക്വൽ ടു എ ആണെങ്കിൽ ഞാൻ പറഞ്ഞു സിമെട്രിക് മെട്രിക്സ് എന്ന് പറഞ്ഞു. ഇനി എ ട്രാൻസ്പോസ് ഈക്വൽ ടു ഒറിജിനൽ മെട്രിക്സിന്റെ നെഗറ്റീവ് ആണെങ്കിൽ ആ ടൈപ്പ് ഓഫ് മെട്രിക്സിനെ നമുക്ക് പറയാം സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എന്ന് പറയാം. ഈ രണ്ട് മെട്രിക്സും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ രണ്ട് മെട്രിക്സും അതിന്റെ കറസ്പോണ്ടിങ് ഏഗൻ വാല്യൂസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഏഗൻ വാല്യൂ പഠിക്കുമ്പോൾ നമുക്ക് നോക്കാം. ഈ മെട്രിക്സ് എന്താണെന്ന് അറിഞ്ഞാൽ മാത്രം, നമുക്ക് കുറെ ക്ലാസിഫിക്കേഷൻ ഓഫ് മെട്രിക്സ് ഫസ്റ്റ് പറഞ്ഞു, അത് ഡയറക്ട്ലി പഠിക്കേണ്ട കാര്യമില്ല, സിലബസിൽ ആഡ് ചെയ്തിട്ടില്ല. പക്ഷെ ആ ടൈപ്പ് ഓഫ് മെട്രിക്സ് അറിയാമെങ്കിൽ ബാക്കി കുറെ പോർഷൻസിൽ നമുക്ക് എന്ത് ചെയ്യും? ഹെൽപ്പ് ചെയ്യും. അന്നേരം സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സിമെട്രിക് മെട്രിക്സിൽ ട്രാൻസ്പോസ് മേക്ക് ചെയ്യുന്നത് ഒറിജിനൽ മെട്രിക്സ് ആയിരിക്കും. സ്ക്യൂ സിമെട്രിക് മെട്രിക്സിൽ ട്രാൻസ്പോസ് മേക്ക് ചെയ്യുന്നത് ഒറിജിനൽ മെട്രിക്സിന്റെ നെഗറ്റീവ് ആയിട്ടായിരിക്കും. എല്ലാ എലമെന്റ്സും എന്തായിട്ട് മാറും? നെഗറ്റീവ് ആയിട്ട് മാറും. എല്ലാ എലമെന്റ്സും നെഗറ്റീവ് ആകണമെങ്കിൽ അതിന്റെ ഡയഗണൽ എലമെന്റ്സ് ഓൾവേസ് എന്തായിരിക്കണം? 0 ആയിരിക്കണം. കാരണം ഒരു മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ ഒരിക്കലും ഡയഗണൽ എലമെന്റ്സ് എന്ത് ചെയ്യത്തില്ല? ചേഞ്ച് ചെയ്യത്തില്ല. ഡയഗണൽ എലമെന്റ്സ് സെയിം പൊസിഷനിൽ തന്നെ ആയിരിക്കും. ദെർഫോർ എ ട്രാൻസ്പോസ് നെഗറ്റീവ് ഓഫ് എ കിട്ടണമെങ്കിൽ ഡയഗണൽ എലമെന്റ്സ് അല്ലെങ്കിൽ പൊസിഷൻ ചേഞ്ച് ചെയ്യാത്ത എലമെന്റ്സ് എന്തായിരിക്കണം? 0 ആയിരിക്കണം. അല്ലെങ്കിൽ ഓൾ ദ ഡയഗണൽ എലമെന്റ്സ് എന്തായിരിക്കണം? 0 ആയിരിക്കണം. ഡയഗണൽ എലമെന്റ്സിന് മുകളിലും അതിന്റെ താഴെ വരുന്ന എലമെന്റ്സ് എന്താണ്? ജസ്റ്റ് സൈൻ ചേഞ്ച് ആണ്. സൈൻ എന്ത് ചെയ്താൽ മതി? റിവേഴ്സ് ചെയ്താൽ മതി. ഒരു ക്വസ്റ്റ്യനിൽ തരുന്നു, ദ ഗിവൺ മെട്രിക്സ് ഈസ് എ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എന്ന് ക്വസ്റ്റ്യനിൽ തരുന്നു. ദെൻ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് എക്സ് എന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. ഒരിക്കലും എക്സ് ഈക്വൽ ടു 2 ആകത്തില്ല, -2 ആകത്തില്ല. എക്സ് ഈക്വൽ ടു സ്ക്യൂ സിമെട്രിക് ആണെങ്കിൽ എന്തായിരിക്കും? എക്സ് ഈക്വൽ ടു മൈനസ് ഓഫ് -2 ആയിരിക്കും. ഈക്വൽ ടു എന്തായിരിക്കും? 2 ആയിരിക്കും. അന്നേരം ആ പ്രോപ്പർട്ടി ഓർത്തിരിക്കുക. സ്ക്യൂ സിമെട്രിക് മെട്രിക്സിലെ ഡയഗണൽ എലമെന്റിന് മുകളിലോട്ടുള്ള എലമെന്റ്സും താഴോട്ടുള്ള എലമെന്റ്സും മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും. പക്ഷെ അതിന്റെ സൈൻ എന്തായിരിക്കും? റിവേഴ്സ് ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് പ്രോപ്പർട്ടിയാണ്. നേരത്തെ കേസില് സിമെട്രിക് മെട്രിക്സിന്റെ കേസില് സം ആൻഡ് ഡിഫറൻസ് എന്ന് പറഞ്ഞായിരുന്നു. തിരിച്ച് സ്ക്യൂ സിമെട്രിക്. ഓക്കെ, സ്ക്യൂസ് ആർക്കെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. സർ, ഇതിന്റെ മുമ്പത്തെ ഇല്ലേ സിമെട്രിക് മെട്രിക്സില്? അതെ, അതില് ആ പ്രോഡക്റ്റിന്റെ കേസ് അവിടെ എ ആൻഡ് ബി ദെൻ എ ബി സിമെട്രിക്, അതെന്താ ഉദ്ദേശിക്കുന്നത്? ഓക്കെ, എ ബി ട്രാൻസ്പോസിന്റെ ഇക്വേഷൻ നമുക്കറിയാം. എ ബി ട്രാൻസ്പോസ് ഈക്വൽ ടു ബി ട്രാൻസ്പോസ് എ ട്രാൻസ്പോസ് ആണ്. സെപ്പറേറ്റ്ലി എ ആൻഡ് ബി എന്താണ്? സിമെട്രിക് ആണ്. എയും ബിയും സിമെട്രിക് ആണ്. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? പ്രൊഡക്റ്റ് എ ബി സിമെട്രിക് ആണോ എന്ന് ഫൈൻഡ് ചെയ്യണം. എ ബി ട്രാൻസ്പോസിന്റെ ഇക്വേഷൻ അറിയാം, ബി ട്രാൻസ്പോസ് എ ട്രാൻസ്പോസ് ആണ്. ബിയും എയും സെപ്പറേറ്റ്ലി സിമെട്രിക് ആണെങ്കിൽ ബി ട്രാൻസ്പോസ് ഈക്വൽ ടു ബി ആയിരിക്കും, എ ട്രാൻസ്പോസ് ഈക്വൽ ടു എ ആയിരിക്കും. അന്നേരം എ ബി ട്രാൻസ്പോസ് ഫൈൻഡ് ചെയ്തപ്പം നമുക്ക് കിട്ടിയ ആൻസർ എന്താണ്? ബി എ ആണ്. എന്തല്ല? എ ബി അല്ല. ദെർഫോർ എ ബി ട്രാൻസ്പോസ് അല്ലെങ്കിൽ ഒരു രണ്ട് മെട്രിക്സ് സിമെട്രിക് ആണെങ്കിൽ അതിന്റെ പ്രോഡക്റ്റ് ഒരിക്കലും എന്താകത്തില്ല? സിമെട്രിക് ആകത്തില്ല. കാരണം എ ബി ട്രാൻസ്പോസ് പ്രൊഡ്യൂസ് ചെയ്തത് എന്തിനെയല്ല? എ ബി അല്ല, അതിന് പകരം ബി എ ആണ്. മെട്രിക്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ കമ്മ്യൂട്ടേറ്റീവ് അല്ലാത്തത് കൊണ്ട് ബി എ ഒരിക്കലും എന്താകത്തില്ല? എ ബി ആകത്തില്ല.
Therefore, product of the two symmetric matrix not always എന്താണ് symmetric. സർ അതല്ല അവിടെ എ ആൻഡ് ബി കമ്മ്യൂട്ട് ആണെങ്കിൽ എ ബി എന്ന് പറയുന്നത് സിമെട്രിക് ആണ് എന്നല്ലേ എഴുതിയിരിക്കുന്നത്? അല്ല അല്ല അല്ല, ഇവിടെ എഴുതിയിരിക്കുന്നത് ബി എ എന്നാണ്, ബി എ നോട്ട് ഈക്വൽ ടു എ ബി എന്നാണ് എഴുതിയിരിക്കുന്നത്. അല്ല സർ, ആ സെക്കൻഡ് സെന്റൻസിലെ പ്രോഡക്റ്റ് ഗിവൺ സിമെട്രിക് മെട്രിക്സ് എ ആൻഡ് ഓക്കെ, if and only if A and B are commuting എന്ന് പറഞ്ഞാല് ചില മെട്രിക്സിന് ഇപ്പൊ എക്സാമ്പിൾ ഐഡന്റിറ്റി മെട്രിക്സ് എടുക്കുന്നു. രണ്ട് ഐഡന്റിറ്റി മെട്രിക്സിനെ പരസ്പരം മൾട്ടിപ്ലൈ ചെയ്താല് എ ബിയും ബി എയും നമുക്ക് എന്ത് തന്നെ കിട്ടും? ഈക്വൽ തന്നെ കിട്ടും. പക്ഷെ ഒരിക്കലും എല്ലാ മെട്രിക്സസ് എടുത്താലും എ ബിയും ബി എയും എന്തല്ല, ഈക്വൽ അല്ല. ചില പർട്ടിക്കുലർ കേസ് ഓഫ് എക്സാമ്പിൾസ് ഓഫ് എ ആൻഡ് ബിയിൽ മാത്രം എ ബി പ്രോഡക്റ്റും ബി എ പ്രോഡക്റ്റും ഈക്വൽ ആയിട്ട് വരും. പക്ഷെ രണ്ട് എക്സാമ്പിൾസ് സാറ്റിസ്ഫൈ ചെയ്താലും നമുക്ക് പറയാൻ പറ്റില്ല ആ പ്രോപ്പർട്ടി എല്ലാ മെട്രിക്സിലും ജനറലി ഒബേ ചെയ്യുന്നുണ്ടെന്ന്, അല്ലെങ്കിൽ എല്ലാ കേസിലും എ ബിയും ബി എയും ഈക്വൽ ആണെന്ന് പറയാൻ പറ്റില്ല. ഇഫ് എ ബി പ്രോഡക്റ്റ് ഈക്വൽ ടു ബി എ പ്രോഡക്റ്റ് അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം എന്താണ്, എ ബി ട്രാൻസ്പോസ് ഈക്വൽ ടു എ ബി എന്ന് പറയാം. അതെ, സിമെട്രിക് എന്ന് പറയാം. അത് ഇവിടെ പറഞ്ഞത് ദിസ് ഇസ് നോട്ട് ഓൾവേസ് ട്രൂ. ഓക്കെ, എന്നാൽ നെക്സ്റ്റ് സിമെട്രിക് മെട്രിക്സിന്റെ പ്രോപ്പർട്ടിയിൽ ഓർത്തിരിക്കുക, സം ഓഫ് ടു സിമെട്രിക് മെട്രിക്സ് ഓൾവേസ് ഈക്വൽ ടു അനദർ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആയിരിക്കും. കാരണം എ പ്ലസ് ബിയുടെ ട്രാൻസ്പോസ് എടുക്കുന്നത്, എ പ്ലസ് ബിയുടെ ട്രാൻസ്പോസ് ഈക്വൽ ടു സം ഓഫ് മെട്രിക്സിന്റെ ട്രാൻസ്പോസ് ഈക്വൽ ടു എന്തായിരിക്കും? ഓരോ മെട്രിക്സിന്റെയും ട്രാൻസ്പോസിന്റെ സം ആയിരിക്കും. ഇഫ് എ ഇസ് സ്ക്യൂ സിമെട്രിക് then A transpose equal to minus A ആയിരിക്കും. If B is skew symmetric matrix then B transpose equal to എന്തായിരിക്കും? minus B ആയിരിക്കും, which is equal to എങ്ങനെ എഴുതാം? which is equal to negative of A plus B എന്ന് എഴുതാം. ഒറിജിനൽ മെട്രിക്സ് എന്തായിരുന്നു? A plus B ആയിരുന്നു. A plus B ഇത് ട്രാൻസ്പോസ് എടുത്തപ്പം നമുക്ക് എന്ത് കിട്ടി? നെഗറ്റീവ് ഓഫ് ഒറിജിനൽ മെട്രിക്സ് എ പ്ലസ് ബി കിട്ടി. ദെർഫോർ എയും ബിയും സ്ക്യൂ സിമെട്രിക് ആണെങ്കിൽ എ പ്ലസ് ബി ഹോൾ ട്രാൻസ്പോസ് എന്തായിരിക്കും? സ്ക്യൂ സിമെട്രിക് ആയിരിക്കും. തിരിച്ച് ഡിഫറൻസ് എടുത്താല് ഞാൻ അസ്യൂം ചെയ്യുന്നു എ ആൻഡ് ബി ആർ സെപ്പറേറ്റ്ലി സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എന്ന് അസ്യൂം ചെയ്തു. എയും ബിയും സെപ്പറേറ്റ്ലി സ്ക്യൂ സിമെട്രിക് ആണ്. ദെർഫോർ എ മൈനസ് ബി ഹോൾ ട്രാൻസ്പോസ് ഈക്വൽ ടു എ ട്രാൻസ്പോസ് മൈനസ് ബി ട്രാൻസ്പോസ് എന്ന് എഴുതാം. എ ട്രാൻസ്പോസ് ഈക്വൽ ടു എന്തായിരിക്കും? മൈനസ് എ ആയിരിക്കും. എ ട്രാൻസ്പോസ് എന്തുകൊണ്ടാണ് മൈനസ് എ ആയത്? എ ട്രാൻസ്പോസ് ഈക്വൽ ടു എന്തുകൊണ്ടാണ് നെഗറ്റീവ് ആയത്? സ്ക്യൂ സിമെട്രിക് ആയതുകൊണ്ട്. മൈനസ് ബി ട്രാൻസ്പോസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം? ഓക്കെ, ഡിഫറൻസിന്റെ കേസ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം അത് സ്ക്യൂ സിമെട്രിക് ആണോ അല്ലയോ എന്ന്. ഓക്കെ, ഇവിടെ സ്റ്റേറ്റ്മെന്റിൽ ഞാൻ സം ഓഫ് ടു സിമെട്രിക് മെട്രിക്സ് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, ബി ട്രാൻസ്പോസ് ഈക്വൽ ടു ബി സ്ക്യൂ സിമെട്രിക് ആണെങ്കിൽ ബി ട്രാൻസ്പോസ് ഈക്വൽ ടു എന്തായിരിക്കും? മൈനസ് ബി ആയിരിക്കും, വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് എ പ്ലസ് ബി ആണ്. ഈക്വൽ ടു എങ്ങനെ എഴുതാം? നെഗറ്റീവ് ഓഫ് എ മൈനസ് ബി എന്ന് എഴുതാം. ദെർഫോർ ആക്ച്വലി ഇവിടെ സം ആൻഡ് ഡിഫറൻസ് ആഡ് ചെയ്യണമായിരുന്നു. കാരണം എ മൈനസ് ബിയുടെ ട്രാൻസ്പോസ് എടുത്തപ്പം നമുക്ക് കിട്ടിയ ആൻസർ എന്താണ്? നെഗറ്റീവ് ഓഫ് എ മൈനസ് ബി ആണ്. ഒറിജിനൽ മെട്രിക്സ് എ മൈനസ് ബി ആയിരുന്നു, അതിന്റെ ട്രാൻസ്പോസ് എന്ത് കിട്ടി? ഒറിജിനൽ മെട്രിക്സിന്റെ നെഗറ്റീവ് കിട്ടി. ദെർഫോർ എന്താണ്, രണ്ട് മെട്രിക്സ് സെപ്പറേറ്റ്ലി സ്ക്യൂ സിമെട്രിക് ആണെങ്കിൽ അതിന്റെ ഡിഫറൻസ് എന്ത് തന്നെ ആയിരിക്കും? സ്ക്യൂ സിമെട്രിക് തന്നെ ആയിരിക്കും. അന്നേരം രണ്ട് കേസിലും സിമെട്രിക്കിലും സ്ക്യൂ സിമെട്രിക്കിലും എ ആൻഡ് ബി ആർ സിമെട്രിക് ഓർ സ്ക്യൂ സിമെട്രിക് ആണെങ്കിൽ എ പ്ലസ് ബിയും എ മൈനസ് ബി എന്തായിരിക്കും? സിമെട്രിക് ഓർ സ്ക്യൂ സിമെട്രിക് ആയിരിക്കും. ഓക്കെ, ഈ പ്രോപ്പർട്ടിയിൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. സാർ അത് ഈ സം എടുക്കില്ലേ, എ പ്ലസ് ബി ഹോൾ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞിട്ട് സാർ പ്രൂവ് ചെയ്യില്ലേ നെഗറ്റീവ് ഓഫ് എ പ്ലസ് ബി? സൗണ്ട് ക്ലിയർ ആയിട്ട് ഇവ രണ്ടും ഒരുപോലെ തന്നെയല്ലേ? നെഗറ്റീവ് എ പ്ലസ് ബി ദ ഹോൾ ട്രാൻസ്പോസ് ഈക്വൽ ടു നെഗറ്റീവ് ഓഫ് എ പ്ലസ് ബി നേരത്തെ പറഞ്ഞല്ലോ. അതെ, അതുപോലെ തന്നെ എ മൈനസ് ബി ദ ഹോൾ ട്രാൻസ്പോസ് ഈക്വൽ ടു നെഗറ്റീവ് ഓഫ് എ മൈനസ് ബി. അതെ, അതുകൊണ്ട് ഇത് എന്ത് തന്നെയായിരിക്കും? സ്ക്യൂ സിമെട്രിക് ആയിരിക്കും. അതെ അതെ, ഈ രണ്ട് കേസിലും സമ്മും ഡിഫറൻസും എന്ത് തന്നെയായിരിക്കും? സ്ക്യൂ സിമെട്രിക് തന്നെ ആയിരിക്കും. ഓക്കെ,
ഓക്കെ, നെക്സ്റ്റ് അറിഞ്ഞിരിക്കുക ഒരു സ്കാലാർ മൾട്ടിപ്ലോ ഉണ്ട്, ഒരു സ്കാലാർ കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താല് അതിന്റെ സിമെട്രിസിറ്റിയും സ്ക്യൂ സിമെട്രിസിറ്റിയും ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, ചേഞ്ച് ചെയ്യത്തില്ല. ഒരു മെട്രിക്സ് സിമെട്രിക് ആണെങ്കിൽ ഏതൊരു സ്കാലർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും, ഒരു കോൺസ്റ്റന്റ് സ്കാലർ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് ഒരു മെട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്താല് ആ മെട്രിക്സിലെ എല്ലാ നമ്പറും അല്ലെങ്കിൽ എല്ലാ എലമെന്റ്സും ആ കോൺസ്റ്റന്റ് കൊണ്ട് എന്ത് ചെയ്യണം, മൾട്ടിപ്ലൈ ചെയ്യണം. ദർഫോർ സിമെട്രിക് കണ്ടീഷനും സ്ക്യൂ സിമെട്രിക് കണ്ടീഷനും സ്കാലാർ മൾട്ടിപ്ലിക്കേഷൻ എന്ത് ചെയ്യത്തില്ല, ചേഞ്ച് ചെയ്യത്തില്ല. ഓക്കെ, ഓൾറെഡി നമ്മൾ പറഞ്ഞു സ്ക്യൂ സിമെട്രിക് മെട്രിക്സിന്റെ ഡയഗണൽ എലമെന്റ്സ് എന്തായിരിക്കും, 0 ആയിരിക്കും. ദർഫോർ ക്വസ്റ്റ്യനിൽ ചോദിച്ചാല് വാട്ട് ഈസ് ദ ട്രേസ് ഓഫ് എ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ആൻസർ എന്തായിരിക്കും, 0 ആയിരിക്കും. ഓക്കെ, സർ നെക്സ്റ്റ് ഇപ്പൊ പറഞ്ഞ കാര്യം ഒന്നുകൂടെ പറയോ? പറയാം. ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സിന്റെ ഡയഗണൽ എലമെന്റ് ഓൾവേസ് എന്തായിരിക്കും, 0 ആയിരിക്കും. ഡയഗണൽ എലമെന്റിന്റെ സമ്മാണ് ട്രേസ് ഓഫ് ദ മെട്രിക്സ്. ദർഫോർ ട്രേസ് ഓഫ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമുക്ക് എന്തെന്ന് പറയാം, സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണെങ്കിൽ 0 ആണെന്ന് പറയാം. സർ ഇങ്ങനെ അല്ലാതെ വേറൊരു കേസും വരില്ല സ്ക്യൂ സിമെട്രിക്കിന് ഡയഗണൽ എലമെന്റ്സ്? ഡയഗണൽ എലമെന്റ്സ് എന്താണ്, പോസിറ്റീവ് ഓർ നെഗറ്റീവ് നമ്പർ വന്നാല് അത് എന്താണ്, ട്രാൻസ്പോസ് എടുക്കുമ്പോഴും ആ ഡയഗണൽ എലമെന്റ്സ് സെയിം പൊസിഷനിൽ തന്നെ ആയിരിക്കും. ഒരിക്കലും നെഗറ്റീവ് ഓഫ് എ എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താണ്, ഡയഗണൽ എലമെന്റ്സ് പോസിറ്റീവ് ഓർ നെഗറ്റീവ് വന്നാല് സെയിം എലമെന്റ്സ് തന്നെ ആണെങ്കിൽ ആ എലമെന്റ്സിൽ മാത്രം എന്ത് നടക്കത്തില്ല, ചേഞ്ചസ് നടക്കത്തില്ല. ദർഫോർ കംപ്ലീറ്റ്ലി മൈനസ് എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. കംപ്ലീറ്റ്ലി മൈനസ് എന്ന് പറയണമെങ്കിൽ ഓൾവേസ് എന്തായിരിക്കണം, ഡയഗണൽ എലമെന്റ്സ് 0 ആയിരിക്കണം. ഓക്കെ സർ. ഓക്കെ, സാർ സിമെട്രിക്കിന്റെ ട്രേസ് എങ്ങനെയായിരിക്കും? സിമെട്രിക്കലി എന്ത് വേണമെങ്കിലും വരാം, ഏത് നമ്പർ വേണമെങ്കിലും വരാം. കോംപ്ലക്സ് നമ്പർ വരാം, പോസിറ്റീവ് വരാം, നെഗറ്റീവ് വരാം. സിമെട്രിക് കേസിൽ ഡയഗണൽ എലമെന്റ്സിന്റെ മുകളിലും താഴെയുള്ള എലമെന്റ്സ് ഈക്വൽ ആകണമെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ ഓക്കെ ഓക്കെ, ഡൗട്ട്സ് ഇല്ലെങ്കിൽ നോക്കാം. ഏതൊരു മെട്രിക്സിനെയും ഒരു ചോദിച്ചോളൂ. സാർ ഈ സ്ക്യൂ സിമെട്രിക് മെട്രിക്സിലെ ഡയഗണൽ എലമെന്റ്സ് എപ്പോഴും 0 ആയിരിക്കും. ഡയഗണൽ എലമെന്റ്സ് ക്ലിയർ ആയില്ല വോയിസ്. സ്ക്യൂ സിമെട്രിക് മെട്രിക്സിലെ ഡയഗണൽ എലമെന്റ്സ് എപ്പോഴും 0 ആവണം അങ്ങനെയാണോ? അതെ, എപ്പോഴും 0 ആയിരിക്കണം. 0 അല്ലെങ്കിൽ ഒരിക്കലും അത് എന്തെന്ന് പറയാൻ പറ്റില്ല, സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എന്ന് പറയാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു 4 എക്സാമ്പിൾസ് തന്നിട്ട് ആ 4 എക്സാമ്പിളില് ഏതാണ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എന്ന് ഐഡന്റിഫൈ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ഫസ്റ്റ് നോക്കേണ്ട എന്തായിരിക്കണം, ഡയഗണൽ എലമെന്റ്സ് ആയിരിക്കണം. ഡയഗണൽ എലമെന്റ്സിൽ ഒരു നോൺ സീറോ എലമെന്റ് ഉണ്ടെങ്കിൽ ഒരിക്കലും അത് എന്താകത്തില്ല, സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആകത്തില്ല. ഓക്കെ, നെക്സ്റ്റ് അറിഞ്ഞിരിക്കുക, ഏതൊരു മെട്രിക്സിനെയും ഒരു സിമെട്രിക് മെട്രിക്സിന്റെയും ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സിന്റെയും സമ്മായിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഏതൊരു മെട്രിക്സിനെയും എന്താണ്, ഒരു സിമെട്രിക് മെട്രിക്സിന്റെയും ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സിന്റെയും സമ്മായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഇവിടെ എ പ്ലസ് എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് ഒരു സിമെട്രിക് മെട്രിക്സ് ആയിരിക്കും. അതും ക്വസ്റ്റ്യനിൽ ചോദിക്കും. എ പ്ലസ് എ ട്രാൻസ്പോസ് എന്തുകൊണ്ടാണ് സിമെട്രിക് മെട്രിക്സ് ആയെന്ന് നമുക്ക് നോക്കാം. എ പ്ലസ് എ ട്രാൻസ്പോസ് എഴുതി ഞാൻ അതിന്റെ ട്രാൻസ്പോസ് വീണ്ടും എടുത്താല്, എ പ്ലസ് എ ട്രാൻസ്പോസിന്റെ ട്രാൻസ്പോസ് വീണ്ടും എടുത്താല് നമുക്ക് എന്ത് കിട്ടും, എ ട്രാൻസ്പോസ് ഫസ്റ്റ് എലമെന്റിന്റെ ട്രാൻസ്പോസ് പ്ലസ് രണ്ടാമത്തെ എലമെന്റ് എന്താണ്, ഓൾറെഡി അവിടെ ട്രാൻസ്പോസ് ഉണ്ട്. ദെർഫോർ രണ്ടാമത്തെ എലമെന്റ് എ ട്രാൻസ്പോസ് ദ ഹോൾ ട്രാൻസ്പോസ് ആയിട്ട് മാറും, വിച്ച് ഈസ് ഈക്വൽ ടു എ ട്രാൻസ്പോസ് ദ ഹോൾ ട്രാൻസ്പോസ് എന്താണ്, എ തന്നെ ആയിരിക്കും. ദെർഫോർ നമുക്ക് എന്ത് കിട്ടും, എ ട്രാൻസ്പോസ് പ്ലസ് എ കിട്ടും. മെട്രിക്സിന്റെ അഡിഷൻ ഓൾവേസ് എന്തായിരിക്കും, കമ്മ്യൂട്ടേറ്റീവ് ആയിരിക്കും. രണ്ട് മെട്രിക്സിനെ എന്താണ്, എ പ്ലസ് ബി ആയിട്ട് ആഡ് ചെയ്താലും ബി പ്ലസ് എ ആയിട്ട് ആഡ് ചെയ്താലും കിട്ടുന്ന ആൻസർ എന്തായിരിക്കും, സെയിം ആയിരിക്കും. ദെർഫോർ എ ട്രാൻസ്പോസ് പ്ലസ് എനെ നമുക്ക് എങ്ങനെ എഴുതാം, എ പ്ലസ് എ ട്രാൻസ്പോസ് എന്നും റെപ്രസെന്റ് ചെയ്യാം. ദെർഫോർ ഒറിജിനൽ മെട്രിക്സ് എ പ്ലസ് എ ട്രാൻസ്പോസ് ആയിരുന്നു. അതിന്റെ ട്രാൻസ്പോസ് ഫൈൻഡ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി, സെയിം എ പ്ലസ് എ ട്രാൻസ്പോസ് തന്നെ കിട്ടി. ദെർഫോർ ഈ റെപ്രസെന്റേഷനില് രണ്ടാമത്തെ മെട്രിക്സ് എന്തായിരിക്കും, ഒരു സിമെട്രിക് മെട്രിക്സ് ആയിരിക്കും. രണ്ടാമത്തെ മെട്രിക്സ് എന്തായിരിക്കും, ഒരു സിമെട്രിക്
ആയിരിക്കും. ഇനി ഫസ്റ്റ് മെട്രിക്സ് എന്താണ്? ട്രാൻസ്പോസ് ആണ്. അത് നമുക്ക് ചെക്ക് ചെയ്യാം. അത് സിമെട്രിക് ആണോ സ്ക്യൂ സിമെട്രിക് ആണോ എന്ന് ചെക്ക് ചെയ്യാം. ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ആ ഹോൾ മെട്രിക്സിന്, ആ ഫുൾ മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എടുത്താൽ മതി. ഫുൾ മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? ഫസ്റ്റ് മെട്രിക്സിന്റെ ട്രാൻസ്പോസ് മൈനസ് സെക്കൻഡ് മെട്രിക്സിൽ ഓൾറെഡി ട്രാൻസ്പോസ് ഉണ്ട്. വീണ്ടും എന്തെടുക്കണം? ട്രാൻസ്പോസ് എടുക്കണം. വിച്ച് ഈസ് ഈക്വൽ ടു എ ട്രാൻസ്പോസ് മൈനസ് 2 തവണ ട്രാൻസ്പോസ് എടുത്താൽ എന്ത് കിട്ടും? ഒറിജിനൽ മെട്രിക്സ് തന്നെ കിട്ടും. വിച്ച് ഈസ് ഈക്വൽ ടു, നമുക്കറിയാം എ മൈനസ് ബി ഈക്വൽ ടു എന്താണ്? മൈനസ് ഓഫ് ബി മൈനസ് എ ആണ്. മെട്രിക്സിനും അതുപോലെ സബ്ട്രാക്ഷന്റെ കേസിൽ എ ട്രാൻസ്പോസ് മൈനസ് എനെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? നെഗറ്റീവ് ഓഫ് എ മൈനസ് എ ട്രാൻസ്പോസ് എന്ന് റെപ്രസെന്റ് ചെയ്യാം. ഒറിജിനൽ മെട്രിക്സ് എ മൈനസ് എ ട്രാൻസ്പോസ് ആയിരുന്നു. അതിന്റെ ഫുൾ ട്രാൻസ്പോസ് എടുത്തപ്പോൾ എന്ത് കിട്ടി? നെഗറ്റീവ് ഓഫ് ദ എ മൈനസ് എ ട്രാൻസ്പോസ് കിട്ടി. Therefore ഈ മെട്രിക്സ് എന്തായിരിക്കും? ഈ മെട്രിക്സ് ഒരു സ്ക്യൂ സിമെട്രിക്. അതെ അതെ, ഇത് ക്വസ്റ്റ്യനിൽ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. If A is any matrix, then A minus A transpose equal to symmetric, skew symmetric, neither skew symmetric or എന്താണ് സിമെട്രിക് മെട്രിക്സ്, നൺ ഓഫ് ദിസ് എന്ന ഓപ്ഷൻ പറയും. എപ്പോഴും ഓർത്തിരിക്കുക, ഒരു മെട്രിക്സിന്റെ എന്താണ് എ ട്രാൻസ്പോസ് മൈനസ് എയും അതുപോലെ എ മൈനസ് എ ട്രാൻസ്പോസും ഓൾവേസ് എന്തായിരിക്കും? സ്ക്യൂ സിമെട്രിക് ആയിരിക്കും. തിരിച്ച് ഒരു മെട്രിക്സിന്റെ ആ മെട്രിക്സിന്റെയും അതിന്റെ ട്രാൻസ്പോസിന്റെയും സമ്മ ഓൾവേസ് എന്തായിരിക്കും? ഒരു സിമെട്രിക് മെട്രിക്സ് ആയിരിക്കും. എന്നൂടെ പറയാം, ഒരു മെട്രിക്സിന്റെ ട്രാൻസ്പോസിന്റെയും അതിന്റെ ഒറിജിനൽ മെട്രിക്സിന്റെയും ഡിഫറൻസ് ഓൾവേസ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആയിരിക്കും. ഒരു മെട്രിക്സിന്റെയും അതിന്റെ ട്രാൻസ്പോസിന്റെയും സം ഓൾവേസ് എന്തായിരിക്കും? ഒരു സിമെട്രിക് മെട്രിക്സ് ആയിരിക്കും. ഈ പ്രോപ്പർട്ടി പറയുന്നത് എന്താണ്? ഏതൊരു മെട്രിക്സിനെയും ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സിന്റെയും ഒരു സിമെട്രിക് മെട്രിക്സിന്റെയും സം ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഇതും ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇഫ് എ ഈസ് എനി മെട്രിക്സ് ദെൻ ഇറ്റ് ക്യാൻ ബി റെപ്രസെന്റഡ് ഇൻ ദ ഫോം. 4 ഓപ്ഷൻസ് തരും. 4 ഓപ്ഷൻസിൽ ഒരു ഓപ്ഷൻ ഇതായിരിക്കും. ഓർത്തിരിക്കുക ഈ ഓപ്ഷൻ. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ ബേസിക് പോർഷൻ ആണ് മെട്രിക്സ് ഓൾജിബ്ര. മെട്രിക്സ് ഓൾജിബ്രയില് ഫസ്റ്റ് നോക്കാനുള്ള പോർഷൻ ആണ് സം ഓഫ് 2 മെട്രിക്സ്. ഓൾറെഡി നമ്മൾ പറഞ്ഞു 2 മെട്രിക്സ്. ഹലോ സാർ, ഒരു എക്സാമ്പിൾ പറയോ കഴിഞ്ഞ ക്വസ്റ്റ്യന്റെ? കഴിഞ്ഞ ക്വസ്റ്റ്യനിലെ എക്സാമ്പിൾ എന്താണ്? ഹാഫ് ഇട്ടിരിക്കുന്ന റീസൺ ഇവിടെ മൈനസ് എ ട്രാൻസ്പോസും ഉണ്ട് പ്ലസ് എ ട്രാൻസ്പോസും ഉണ്ട്. മൈനസ് എ ട്രാൻസ്പോസും പ്ലസ് എ ട്രാൻസ്പോസും എന്ത് ചെയ്ത് പോകും? ക്യാൻസൽ ചെയ്ത് പോകും. പിന്നെന്തുണ്ട്? ഹാഫ് എ പ്ലസ് ഹാഫ് എ ഉണ്ട്, വിച്ച് ഇസ് ഈക്വൽ ടു എന്താണ്? 2a ഡിവൈഡഡ് ബൈ 2 ആണ്. 2a ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞാല് 2a എന്ന് പറയുന്ന മെട്രിക്സിലെ എല്ലാ എലമെന്റ്സിനെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. Therefore ഫൈനൽ ആൻസർ എന്ത് തന്നെ കിട്ടും? എ തന്നെ കിട്ടും. ഓക്കെ, ജസ്റ്റ് നമ്മൾ നോർമലി എന്താണ് നമ്പേഴ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നത് പോലെ തന്നെയാണ്. എക്സ് ഈക്വൽ ടു നമുക്കറിയാം ഹാഫ് എക്സ് പ്ലസ് ഹാഫ് എക്സ് എന്ന് എഴുതാം. ഇവിടെ മെട്രിക്സിലെ ട്രാൻസ്പോസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ഒരു കേസിൽ ഒരു ബ്രാക്കറ്റിനകത്ത് നെഗറ്റീവ് ട്രാൻസ്പോസ് ആണ്, ഒരിടത്ത് എന്താണ് പോസിറ്റീവ് ട്രാൻസ്പോസ് ആണ്. Therefore ഇത് തമ്മിൽ ആഡ് ചെയ്യുമ്പം മൈനസ് എ ട്രാൻസ്പോസും പ്ലസ് എ ട്രാൻസ്പോസും എന്ത് ചെയ്ത് പോകും? ക്യാൻസൽ ചെയ്ത് പോകും. നമുക്ക് കിട്ടുന്നത് ഹാഫ് ടൈംസ് മെട്രിക്സ് എ പ്ലസ് ഹാഫ് ടൈംസ് മെട്രിക്സ് എ ആയിരിക്കും, വിച്ച് ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? 2a ഡിവൈഡഡ് ബൈ 2 ആയിരിക്കും. ഈക്വൽ ടു എന്തായിരിക്കും? ഒറിജിനൽ മെട്രിക്സ് എ ആയിരിക്കും. എന്താണ് ക്ലിയർ ആയില്ല വോയിസ്? ക്വസ്റ്റ്യൻ നോർമലി കണ്ടിട്ടുള്ളത് ഇഫ് എ ഇസ് ട്രാൻസ്പോസ് ദെൻ എ പ്ലസ് എ ട്രാൻസ്പോസ് ഈക്വൽ ടു സിമെട്രിക്, സ്ക്യൂ സിമെട്രിക്, അങ്ങനെ 4 ഓപ്ഷൻ തരും. അല്ലെങ്കിൽ ഇഫ് എ ഇസ് എനി മെട്രിക്സ് ദെൻ എ മൈനസ് എ ട്രാൻസ്പോസ് ഈസ് എ സ്ക്യൂ സിമെട്രിക്, സിമെട്രിക് മെട്രിക്സ്, നൺ ഓഫ് ദിസ്, അങ്ങനെ എന്തെങ്കിലും 4 ഓപ്ഷൻസ് തരും. അല്ലെങ്കിൽ ഇഫ് എ ഇസ് എനി മെട്രിക്സ് ദെൻ ഇറ്റ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ദ ഫോം. അങ്ങനെ തന്നിട്ട് 4 ഡിഫറെന്റ് ഇക്വേഷൻസ് തരും. ആ 4 ഡിഫറെന്റ് ഇക്വേഷൻസിൽ ഒരു ഇക്വേഷൻ ഈ ഫോമിലായിരിക്കും. ഓക്കെ,
ഓക്കെ, നമ്മൾ ഇതുവരെ ക്വസ്റ്റ്യനിലോട്ട് കടന്നിട്ടില്ല. ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ബേസും കുറച്ചും കൂടി ഐഡിയ കിട്ടും. എക്സാംസിൽ ക്വസ്റ്റ്യൻസ് എങ്ങനെയായിരിക്കും എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതെന്ന്. നമ്മളിപ്പം എന്താണ് തിയറിറ്റിക്കൽ പോർഷൻസ് ആണ് നോക്കുന്നത്. നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്താണ്, അല്ലെങ്കിൽ ഈ ക്ലാസ്സിൽ നിന്ന് നിങ്ങൾക്ക് ബെനിഫിറ്റ്സ് കിട്ടുന്നത് എപ്പോൾ മാത്രമാണ്? മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്തിട്ട് ഓരോ ക്വസ്റ്റ്യൻസിലും ഡയറക്റ്റ് സ്ട്രേറ്റ് ഫോർവേഡ് മെത്തേഡും ഷോർട്ട് കട്ട്സ് മെത്തേഡും ഉണ്ടെങ്കിൽ ആ ഷോർട്ട് കട്ട്സ് മെത്തേഡും, അല്ലെങ്കിൽ ഓപ്ഷൻസ് നിന്ന് നമുക്ക് എങ്ങനെ ആൻസർ ഐഡന്റിഫൈ ചെയ്യാം, അല്ലെങ്കിൽ ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ വഴി എന്താണ് വിത്തൗട്ട് എന്താണ് ആക്ച്വലി ഡൂയിങ് ദ ക്വസ്റ്റ്യൻ എങ്ങനെ കറക്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ പറ്റും. അതിലായിരിക്കും നിങ്ങളുടെ എന്താണ് ആക്സിന്റെ 40 മാർക്ക് ക്വസ്റ്റ്യൻസ് എങ്ങനെ അറ്റൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, ചോദിച്ചോളൂ. അല്ല, ഒരു ക്വസ്റ്റ്യൻ കണ്ടിരുന്നേ. ഒരു മെട്രിക്സ് തന്നിട്ട് അത് സമ്മോ സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എന്ന് പറഞ്ഞിട്ട് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിട്ട്. അതപ്പൊ നമ്മൾ എങ്ങനെ ചെയ്യാത്? ഈ ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതിയോ? അതെ, സെയിം ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ ഓക്കെ, അത് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ആയിരുന്നോ? അതില് മെട്രിക്സ് ഗ്രൂപ്പിൽ വന്ന ക്വസ്റ്റ്യൻ ആണ്. അതില് മെട്രിക്സ് 2 3 1 1 -1 2 4 1 2 ഇങ്ങനെ ഒരു മെട്രിക്സ് ആണ്. റോ വൈസ് ആണ് ഞാൻ പറഞ്ഞത്. ഓക്കെ അത് സം ഓഫ് സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യാനാ പറഞ്ഞിരുന്നത് ആ ക്വസ്റ്റ്യൻ. ഓക്കെ, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് മെട്രിക്സ് ആയിട്ട് മാത്രമല്ല റെപ്രസെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. അന്നേരം ആ ക്വസ്റ്റ്യന് തന്നെ രണ്ടായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ഫസ്റ്റ് ആ ക്വസ്റ്റ്യനിലുള്ള മെട്രിക്സിൽ നിന്ന് അതിന്റെ ട്രാൻസ്പോസ് സബ്ട്രാക്ട് ചെയ്യണം. ക്വസ്റ്റ്യനിലുള്ള മെട്രിക്സിന്റെ കൂടെ അതിന്റെ ട്രാൻസ്പോസ് ആഡ് ചെയ്യണം. ഫസ്റ്റില് ഹാഫ് എടുക്കണം, രണ്ടാമത്തേല് ഹാഫ് എടുക്കണം. ഈ സെപ്പറേറ്റ് രണ്ട് മെട്രിക്സിന്റെ സമ്മായിട്ടുള്ള ഓപ്ഷൻ ആയിരിക്കും കറക്റ്റ് ആൻസർ. ഓരോ ഇതും വില കണ്ടുപിടിച്ചിട്ട് ഹാഫ് വെച്ചിട്ട് അതിനെ ആ മെട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്യണം, അങ്ങനെയല്ലേ? രണ്ട് സമയത്ത് മൾട്ടിപ്ലിക്കേഷൻ അഡിഷൻ ചെയ്യണം. ഓക്കെ, നമുക്ക് കിട്ടുന്നത് രണ്ട് മെട്രിക്സ് ആയിരിക്കണം. ആ രണ്ട് ഡിഫറെന്റ് മെട്രിക്സ് എന്തൊക്കെയായിരിക്കണം? ഒന്ന് 1/2 ടൈംസ് A plus A ട്രാൻസ്പോസ് ആയിരിക്കണം. രണ്ടാമത്തെ മെട്രിക്സ് 1/2 ടൈംസ് A plus A ട്രാൻസ്പോസ് ആയിരിക്കണം. ഓക്കെ, ഫസ്റ്റ് മെട്രിക്സ് ഓൾജിബ്രയിൽ പഠിക്കാനുള്ളതാണ് മെട്രിക്സിന്റെ അഡീഷൻ. ഓൾവേസ് മെട്രിക്സ് അഡീഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് സെയിം ഓർഡർ ഓഫ് മെട്രിക്സിൽ മാത്രമായിരിക്കും. രണ്ട് മെട്രിക്സിന്റെ ഓർഡർ എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. അങ്ങനെ ആണെങ്കിൽ കറസ്പോണ്ടിങ് എലമെന്റ്സ് ആഡ് ചെയ്താൽ എന്ത് കിട്ടും? മെട്രിക്സിന്റെ സമ്മ് കിട്ടും. Therefore ഈ രണ്ട് മെട്രിക്സിന്റെ സമ്മ് എന്തായിരിക്കും? 3 4 0 2 ആയിരിക്കും ആൻസർ. ഓക്കെ, അതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ചോദിച്ചിട്ടുണ്ടോ ഇടയ്ക്ക്? ഓക്കെ, അന്നേരം ഓർത്തിരിക്കുക, രണ്ട് മെട്രിക്സിന്റെ എന്താണ് അഡിഷൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് കറസ്പോണ്ടിങ് എലമെന്റ്സ് ആഡ് ചെയ്താൽ മതി. മെട്രിക്സിന്റെ സബ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാല് കറസ്പോണ്ടിങ് എലമെന്റ്സ് എന്ത് ചെയ്താൽ മതി? സബ്ട്രാക്ട് ചെയ്താൽ മതി. 4ൽ നിന്ന് 2 കുറയ്ക്കും, 5ൽ നിന്ന് 4 കുറയ്ക്കും, 6ൽ നിന്ന് എന്ത് കുറയ്ക്കും? 6 കുറയ്ക്കും. Therefore 2 1 0. Similarly, corresponding element in the second row എന്തായിരിക്കും? 2 - 1 1 ആയിരിക്കും, 3 - 2 1 ആയിരിക്കും, 4 - 3 1 ആയിരിക്കും. ഇതായിരിക്കും എന്താണ് എ ബിയും രണ്ട് മെട്രിക്സ് ആണെങ്കിൽ A-B മെട്രിക്സ്. അത് ജസ്റ്റ് സബ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാല് കറസ്പോണ്ടിങ് എലമെന്റ്സ് സബ്ട്രാക്ട് ചെയ്യുന്നു. അഡിഷൻ എന്ന് പറഞ്ഞാല് മെട്രിക്സിന്റെ കറസ്പോണ്ടിങ് എലമെന്റ്സ് എന്ത് ചെയ്യുന്നു? ആഡ് ചെയ്യുന്നു. ഓക്കെ, ഇത് വളരെ സിമ്പിൾ ആണ്, ക്ലിയർ ആണെന്ന് കരുതുന്നു. ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് ദ സം ഓഫ് ദ മെട്രിക്സസ് XYZ, YYZ ആൻഡ് Z00 ഈസ് ദ മെട്രിക്സ് 10 5 5. എന്താണ് പറഞ്ഞിട്ടുള്ളത്? 3 ഡിഫറെന്റ് മെട്രിക്സ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. XY കോമ ഇട്ട് വേണമെങ്കിൽ റെപ്രസെന്റ് ചെയ്യാം, കോമ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഈ 3 ഡിഫറെന്റ് മെട്രിക്സിന്റെ ഈ 3 ഡിഫറെന്റ് മെട്രിക്സിന്റെ സമ്മ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അനന്തർ മെട്രിക്സ് എന്താണ്? 10 5 5 ആണ്. എങ്കിൽ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് X, Y, Z ആണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്.
ഓക്കെ, ഇവിടെ നോക്ക്, രണ്ട് മെട്രിസസ് തന്നാല് സമ്മ് ചെയ്യുന്ന നമ്മൾ പറഞ്ഞു, അതിന്റെ കറസ്പോണ്ടിങ് എലിമെന്റ്സ് എന്ത് ചെയ്താൽ മതി, ആഡ് ചെയ്താൽ മതി. സിമിലർലി 3 മെട്രിസസ് തന്നാലും അതിന്റെ കറസ്പോണ്ടിങ് എലമെന്റ്സിന്റെ സമ്മായിരിക്കും റിസൾട്ടന്റ് മെട്രിക്സിന്റെ എലമെന്റ്സ്. therefore റിസൾട്ടന്റ് മെട്രിക്സിന്റെ ഫസ്റ്റ് എലമെന്റ് എന്തായിരിക്കും, ഓരോ മെട്രിക്സിന്റെയും ഫസ്റ്റ് എലമെന്റ്സിന്റെ സമ്മായിരിക്കും റിസൾട്ടന്റ് മെട്രിക്സിന്റെ ഫസ്റ്റ് എലമെന്റ്. therefore ഫസ്റ്റ് എലമെന്റ് ഈക്വൽ ടു നമുക്ക് പറയാം x പ്ലസ് വൈ പ്ലസ് ഇസഡ് എന്ന് പറയാം. ഇതിൽ ഡൗട്ട് ഇല്ലെന്ന് കരുതുന്നു. സെക്കൻഡ് എലമെന്റ് എന്തായിരിക്കും, ഓരോ മെട്രിക്സിന്റെയും സെക്കൻഡ് എലമെന്റിന്റെ സമ്മായിരിക്കും വിച്ച് ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ആയിരിക്കും. ഓക്കെ, ഡൗട്ട് ഇല്ലെന്ന് കരുതുന്നു. മൂന്നാമത്തെ എലമെന്റ് എന്തായിരിക്കും, കറസ്പോണ്ടിങ് എലമെന്റ്സ് ആയ വൈ ഇസഡ്, അതെ വൈ പ്ലസ് ഇസഡ് ആയിരിക്കും. ഓക്കെ, ഇത് ഈക്വൽ ടു ക്വസ്റ്റിൽ തന്നിട്ടുണ്ട് എന്താണെന്ന് 10, 5, 5 എന്ന് തന്നിട്ടുണ്ട്. ഓൾറെഡി പറഞ്ഞു, രണ്ട് മെട്രിക്സ് ഈക്വൽ എന്ന് പറഞ്ഞാല് അതിന്റെ കറസ്പോണ്ടിങ് എലമെന്റ്സ് എന്തായിരിക്കണം, ഈക്വൽ ആയിരിക്കണം. therefore ഇക്വേഷൻസ് നമുക്ക് കിട്ടും എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് ഈക്വൽ ടു 10 എന്ന് കിട്ടും. ഇവിടുത്തെ ഫസ്റ്റ് എലമെന്റും ഈക്വൽ ആയിരിക്കും. സിമിലർലി എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 5 എന്ന് കിട്ടും. വൈ പ്ലസ് ഇസഡ് ഈക്വൽ ടു എന്തെന്ന് കിട്ടും, 5 എന്ന് കിട്ടും. 3 ഡിഫറെന്റ് ഇക്വേഷൻസ്, 3 അൺനോൺസ് ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സോൾവ് ചെയ്യാം. ഓക്കെ, ഇവിടുത്തെ ഏറ്റവും സിംപ്ലസ്റ്റ് മെത്തേഡ് എന്താണ്, എക്സ് പ്ലസ് വൈ ഡയറക്ട്ലി ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഇതിന് ഞാൻ ഇക്വേഷൻ 1, 2, 3 എന്ന് കൊടുത്തു. ഇക്വേഷൻ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ഇക്വേഷൻ 2 ഇൻ ഇക്വേഷൻ 1. ഇക്വേഷൻ 2 ഡയറക്റ്റ് ആയിട്ട് ഇക്വേഷൻ 1 കൊടുത്താല് ഇക്വേഷൻ 1 എന്തുണ്ട്, എക്സ് പ്ലസ് വൈ ഉണ്ട്. എക്സ് പ്ലസ് വൈ രണ്ടാമത്തെ ഇക്വേഷൻ എന്താണ്, 5 ആണ്. therefore നമുക്ക് കിട്ടും 5 പ്ലസ് ഇസഡ് ഈക്വൽ ടു എന്തെന്ന് കിട്ടും, 10 എന്ന് കിട്ടും. ഇതിൽ ഡൗട്ട് ഇല്ലെന്ന് കരുതുന്നു. therefore ഇസഡ് ഈക്വൽ ടു 10 മൈനസ് 5 ഈക്വൽ ടു എന്തായിരിക്കും, 5 ആയിരിക്കും. ഇസഡ് നമുക്ക് കിട്ടി, എന്താണ്, 5 ആണ്. ഇക്വേഷൻ 3 വൈ പ്ലസ് ഇസഡ് ആണ് 5. therefore വൈ ഈക്വൽ ടു എന്തായിരിക്കും, 5 മൈനസ് ഇസഡ് ആയിരിക്കും ഈക്വൽ ടു 5 മൈനസ് 5 ഈക്വൽ ടു എന്തായിരിക്കും, 0 ആയിരിക്കും. y 0 ആണ്, z 5 ആണ്. therefore ഫസ്റ്റ് ഇക്വേഷനിൽ നിന്ന് അല്ലെങ്കിൽ സെക്കൻഡ് ഇക്വേഷനിൽ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 5 ആണ്, y 0 ആണ്. therefore x ഈക്വൽ ടു എന്തായിരിക്കും, x ഈക്വൽ ടു 5 മൈനസ് y ഈക്വൽ ടു 5 മൈനസ് 0 ഈക്വൽ ടു എന്തായിരിക്കും, 5 ആയിരിക്കും. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ജസ്റ്റ് വൈയുടെ വാല്യൂ മാത്രമാണ്. therefore y ഈക്വൽ ടു എന്തായിരിക്കും, 0 ആയിരിക്കും. ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആൻസർ. ഓക്കെ, ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഇവിടെ ഒരു റോ മെട്രിക്സ് ആണ് ക്വസ്റ്റ്യൻ തന്നത്. റോ മെട്രിക്സിന് പകരം സ്ക്വയർ മെട്രിക്സ് തരാം, കോളം മെട്രിക്സ് തരാം, എന്തോ ആയിക്കോട്ടെ. സം ഓഫ് മെട്രിക്സ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ കറസ്പോണ്ടിങ് എലമെന്റ്സ് ആഡ് ചെയ്യും. ഈക്വൽ എന്ന് പറഞ്ഞാൽ കറസ്പോണ്ടിങ് എലമെന്റ്സിനെ ഈക്വൽ ആയിട്ട് ഇക്വേറ്റ് ചെയ്യും. ഓക്കെ, ഇതില് ഡൗട്ട്സ് ഒന്നും ഇല്ലെന്ന് കരുതുന്നു. അടുത്ത ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ദ നമ്പർ ഓഫ് ഓൾ പോസിബിൾ മെട്രിസസ് ഓഫ് ഓർഡർ 2/2. 2/2 മെട്രിക്സ് ആയിരിക്കണം. ആ 2/2 മെട്രിക്സില് എലമെന്റ്സ് എന്തായിരിക്കണം, ഒന്നെങ്കിൽ 0 ആയിരിക്കണം, അല്ലെങ്കിൽ എന്തായിരിക്കണം, 1 ആയിരിക്കണം. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം. ദ നമ്പർ ഓഫ് ഓൾ പോസിബിൾ മെട്രിക്സ് കോമ്പിനേഷൻ അല്ലെങ്കിൽ നമ്പർ ഓഫ് all possible combination of matrices in which all the entries എന്തായിരിക്കണം, either 0 ആയിരിക്കണം അല്ലെങ്കിൽ 1 ആയിരിക്കണം. ഇവിടെ നോക്ക്, ഒരു 2/2 മെട്രിക്സ് എടുത്താൽ ടോട്ടൽ നമ്പർ ഓഫ് എലമെന്റ്സ് എന്തായിരിക്കും, ടോട്ടൽ നമ്പർ ഓഫ് എലമെന്റ്സ് 2 into 2 ആയിരിക്കും, ഈക്വൽ ടു 4 ആയിരിക്കും. ഒരു n/n മെട്രിക്സ് എടുത്താൽ, ഒരു എ എന്ന് പറഞ്ഞൊരു മെട്രിക്സ് ഓർഡർ n/n ആണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് എലമെന്റ്സ് എന്തായിരിക്കും, n മൾട്ടിപ്ലൈഡ് വിത്ത് n ആയിരിക്കും. ഓക്കെ, ഓൾവേസ് നമ്പർ ഓഫ് റോസ് ഇൻറ്റു നമ്പർ ഓഫ് കോളംസ് ആയിരിക്കും എന്ത്, ടോട്ടൽ നമ്പർ ഓഫ് എലമെന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അന്നേരം ഒരു 2/2 മെട്രിക്സിൽ ടോട്ടലി എത്ര എലമെന്റ്സ് വരും, 4 എലമെന്റ്സ് വരും. ആ 4 എലമെന്റ്സിലും ഓരോ എലമെന്റും ഒന്നുകിൽ 0 ആകാം അല്ലെങ്കിൽ എന്താകാം, 1 ആകാം. ഇവിടെ ഷോർട്ട് കട്ട് ആയിട്ട് ഓർത്തിരിക്കുക, ഇവിടുത്തെ ടോട്ടൽ നമ്പർ ഓഫ് പോസിബിൾ ഓപ്ഷൻസ് എന്താണ്, അല്ലെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻസ് എന്താണ്, 2 ആണ്. രണ്ടും എന്താണ്, ഈ സെറ്റിൽ നിന്ന് അല്ലെങ്കിൽ ഈ എലമെന്റ്സിൽ ഓരോ എലമെന്റിലും എന്ത് വരാം, either 0 വരാം
അല്ലെങ്കിൽ 1 വരാം. Therefore ഒരു എലമെന്റിന്റെ ടോട്ടൽ നമ്പർ ഓഫ് പോസിബിൾ വേ ഓഫ് അറേഞ്ച്മെന്റ് എന്താണ്? 2 ആണ്. ടോട്ടൽ നമ്പർ ഓഫ് വേ ഓഫ് അറേഞ്ച്മെന്റ് ഓഫ് ഈച്ച് എലമെന്റ് എന്താണ്? 2 ആണ്. ആ എലമെന്റ് എത്ര പൊസിഷനിൽ വെക്കണം? 4 പൊസിഷനിൽ വെക്കണം. എയിൽ വെക്കണം, ബിയിൽ വെക്കണം, സിയിൽ വെക്കണം, ഡിയിൽ വെക്കണം. Therefore ആൻസർ ഈക്വൽ ടു ടോട്ടൽ നമ്പർ ഓഫ് എലമെന്റ്സ് റേസ് ടു ടോട്ടൽ നമ്പർ ഓഫ് പൊസിഷൻ ഈക്വൽ ടു 2⁴ ഈക്വൽ ടു എന്തായിട്ട് മാറും? 16 ആയിട്ട് മാറും ആൻസർ. സെയിം ക്വസ്റ്റ്യൻ ഇപ്പൊ 3/3 ആണെന്നിരിക്കട്ടെ. ഓരോ പൊസിഷനിലും 0, 1, 2, 4 വരാന്നിരിക്കട്ടെ. ഓരോ പൊസിഷനിലും 0 വരാം, 1 വരാം, 2 വരാം, 4 വരാം. Therefore വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് പോസിബിൾ മെട്രിസസ് എന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എങ്ങനെ കണ്ടുപിടിക്കാം? ഓരോ എലമെന്റിലും ടോട്ടൽ നമ്പർ ഓഫ് പോസിബിൾ വേ എന്താണ്? 4 ആണ്. 4 എലമെന്റ്സിൽ ഏതെങ്കിലും ഒരെണ്ണം വരാം. എത്ര നമ്പർ ഓഫ് പൊസിഷൻസ് ഉണ്ട്? 3x3 മെട്രിക്സിൽ 9 നമ്പർ ഓഫ് എലമെന്റ്സ് ഉണ്ട്. Therefore ആൻസർ എന്തായിരിക്കും? 4�9 ആയിരിക്കും. ഈ ഇക്വേഷൻ ഈ ബേസിക് സ്റ്റാൻഡേർഡ് ഫോം ഓഫ് ഇക്വേഷൻ ഓർത്തിരിക്കുക. ടോട്ടൽ നമ്പർ ഓഫ് എന്താണ്? എലമെന്റ്സ് റേസ് ടു ടോട്ടൽ നമ്പർ ഓഫ് പൊസിഷൻ ആയിരിക്കും ടോട്ടൽ എന്താണ്? അറേഞ്ച്മെന്റ് ഓഫ് എലമെന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, എത്ര എലമെന്റ്സ് ഉണ്ടോ അതേ റേസ് ടു എത്ര പൊസിഷൻ ഉണ്ടോ ആ പവർ എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും. ഇവിടെ ആക്ച്വലി ഇത് മൾട്ടിപ്ലിക്കേഷൻ ആണ്. 2 മൾട്ടിപ്ലൈഡ് വിത്ത് 2 മൾട്ടിപ്ലൈഡ് വിത്ത് 2 ആണ്. ഇത് ആക്ച്വലി എന്താണ്? നമ്മൾ പണ്ട് പഠിച്ച പെർമ്യൂട്ടേഷന്റെ ഒരു ആപ്ലിക്കേഷൻ ആണ്. പെർമ്യൂട്ടേഷൻ ആപ്ലിക്കേഷൻ മെട്രിക്സിൽ എടുത്താല് മെട്രിക്സിലെ എത്ര നമ്പർ ഓഫ് എന്താണ് എലമെന്റ്സ് ഉണ്ടെന്ന് ഫസ്റ്റ് നോക്കും. എത്ര നമ്പർ ഓഫ് എലമെന്റ്സ് ഉണ്ടെന്ന് എങ്ങനെ ഫൈൻഡ് ചെയ്യാം? നമ്പർ ഓഫ് റോ മൾട്ടിപ്ലൈഡ് വിത്ത് നമ്പർ ഓഫ് കോളം ആയിരിക്കും. 3x3 മെട്രിക്സില് 9 എലമെന്റ്സ് കാണും. Therefore ആ 9 ആയിരിക്കും പവർ ആയിട്ട് വരുന്നത്. ഇനി ഓരോ എലമെന്റും എത്ര പോസിബിൾ വേസ് ആക്കാൻ പറ്റും നോക്കും. ഇപ്പം 0, 1 എന്ന് പറഞ്ഞാല് ഓരോ എലമെന്റും either 0 ആകാം അല്ലെങ്കിൽ എന്താകാം? 1 ആകാം. Therefore 2 പോസിബിൾ വേ ആണ്. Therefore 2 ടോട്ടൽ നമ്പർ ഓഫ് എലമെന്റ്സ് ആയിരിക്കും ആൻസർ. ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. അങ്ങനെ വരുമ്പോ 2�9 അല്ലേ ആൻസർ വരിക? 3/3 ആണെങ്കിൽ ആ പക്ഷേ 3/3 either 0, 1, 2, 4 എന്ന് പറഞ്ഞിരുന്നു. ഓക്കെ ഓക്കെ. 0 or 1 ആണെങ്കിൽ 2�9 അല്ലേ വരുന്നത്? 2:9 ആയിരിക്കും. അതെ അതെ. ഓക്കെ, വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. അല്ലെങ്കിൽ നെക്സ്റ്റ് സ്ലൈഡ്സ് നോക്കാം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് അറിയേണ്ട പോർഷൻ ആണ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഡയറക്റ്റ് വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാം. 2 മെട്രിക്സ് തന്നിട്ട് അതിന്റെ പ്രോഡക്റ്റ് എന്തായിരിക്കും എന്നുള്ള ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ 2 മെട്രിക്സിന്റെ പ്രോഡക്റ്റ് അനദർ മെട്രിക്സ് എന്ന് ക്വസ്റ്റ്യൻ തരും. ആ 2 മെട്രിക്സിലെ ഒരു അൺനോൺ വേരിയബിൾ കാണും. ദെൻ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് അൺനോൺ വേരിയബിൾ എന്ന ക്വസ്റ്റ്യൻ ചോദിക്കും. ജസ്റ്റ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷന്റെ എന്താണ് ബേസിക് സ്റ്റെപ്പ് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷന്റെ സ്റ്റെപ്പ് ഓൾറെഡി നിങ്ങൾക്ക് അറിയായിരിക്കും. എന്താണ് ഫസ്റ്റ് കാര്യം ഓർക്കേണ്ടത്, 2 മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ ഞാൻ അസ്യൂം ചെയ്യുന്നു എ ആൻഡ് ബി ആർ 2 മെട്രിക്സ് എന്ന് അസ്യൂം ചെയ്തു. ഫസ്റ്റ് മെട്രിക്സിന്റെ ഓർഡർ എന്ന് പറഞ്ഞാല് നമ്പർ ഓഫ് റോ ഇൻറ്റു നമ്പർ ഓഫ് കോളം ആയിരിക്കും. രണ്ടാമത്തെ മെട്രിക്സിന്റെ ഓർഡർ P/Q എന്ന് എടുക്കുന്നു. ഫസ്റ്റ് മെട്രിക്സ് ഓർഡർ M/N എന്ന് എടുക്കുന്നു. ഈ പ്രോഡക്റ്റ് എ ബി ഡിഫൈൻ ചെയ്യണമെങ്കിൽ, എയും ബിയും 2 ഡിഫറെന്റ് മെട്രിക്സ് ആണ്. പ്രോഡക്റ്റ് എ ബി ഡിഫൈൻ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ പ്രോഡക്റ്റ് എ ബി പോസിബിൾ ആകണമെങ്കിൽ ഫസ്റ്റ് മെട്രിക്സിന്റെ നമ്പർ ഓഫ് കോളവും രണ്ടാമത്തെ മെട്രിക്സിന്റെ നമ്പർ ഓഫ് റോയും എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. N = P ആണെങ്കിൽ മാത്രം നമുക്ക് എന്ത് ഫൈൻഡ് ചെയ്യാൻ പറ്റും? മെട്രിക്സ് പ്രോഡക്റ്റ് എ ബി ഫൈൻഡ് ചെയ്യാൻ പറ്റും. അല്ലാത്ത പക്ഷം എ ബി ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല? ഫൈൻഡ് ചെയ്യാൻ പറ്റില്ല. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എന്തായിരിക്കും? നോൺ ഡിഫൈൻഡ് ആയിരിക്കും. ഈ പ്രോപ്പർട്ടിയാണ് ഫസ്റ്റ് അറിഞ്ഞിരിക്കേണ്ടത്. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷന്റെ ഫസ്റ്റ് മെട്രിക്സിന്റെ നമ്പർ ഓഫ് കോളം ആണ്, റോ അല്ല. രണ്ടാമത്തെ മെട്രിക്സിന്റെ നമ്പർ ഓഫ് റോ ആണ്. അന്നേരം CR എന്ന് ഓർത്തിരിക്കുക. ഫസ്റ്റ് മെട്രിക്സിന്റെ നമ്പർ ഓഫ് കോളവും രണ്ടാമത്തെ മെട്രിക്സിന്റെ നമ്പർ ഓഫ് റോ എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. അങ്ങനെ ഈക്വൽ ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? അനദർ മെട്രിക്സ് C കിട്ടും. ആ മെട്രിക്സിന്റെ ഓർഡർ എന്തായിരിക്കും?
എം ബൈ എന്നും പി ബൈ ക്യൂ മൾട്ടിപ്ലൈ ചെയ്താല് എന്നും പിയും ഈക്വൽ ആയിരിക്കും. ദർഫോർ നമുക്ക് കിട്ടുന്ന റിസൾട്ടന്റ് പ്രോഡക്റ്റ് മെട്രിക്സിന്റെ ഓർഡർ എന്തായിരിക്കും? എം ബൈ ക്യൂ ആയിരിക്കും. ഫസ്റ്റ് മെട്രിക്സിന്റെ റോയും രണ്ടാമത്തെ മെട്രിക്സിന്റെ കോളവും ആയിരിക്കും കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, എക്സാമ്പിള് ഒരു 2/3 മെട്രിക്സും 3/3 മെട്രിക്സും മൾട്ടിപ്ലൈ ചെയ്താല് ഫസ്റ്റ് മെട്രിക്സിന്റെ കോളവും രണ്ടാമത്തെ മെട്രിക്സിന്റെ റോയും ഈക്വൽ ആണ്. ദർഫോർ ഈ മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ ആണ്. റിസൾട്ടന്റ് സി മെട്രിക്സിന്റെ ഓർഡർ എന്തായിരിക്കും? 2/3 ആയിരിക്കും ഓർഡർ. ഓക്കെ, ഇവിടെ ഈസി. ഫസ്റ്റ് മെട്രിക്സിന്റെ റോയും സെക്കൻഡ് മെട്രിക്സിന്റെ കോളവും അല്ലേ? ഫസ്റ്റ് മെട്രിക്കിന്റെ കോളവും രണ്ടാമത്തെ മെട്രിക്സിന്റെ റോയും. അല്ല, നമ്മൾ ഇപ്പൊ ഈ തന്നിരിക്കുന്നതില് 1ഉം 2ഉം 5ഉം 7നെയും മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്തിട്ട് ചെയ്തു, അങ്ങനെയല്ലേ ചെയ്യുന്നേ? ഓക്കെ, ഞാൻ അതല്ല പറഞ്ഞത്, ജസ്റ്റ് ഓർഡർ മാത്രമാണ് പറഞ്ഞത്. മൾട്ടിപ്ലിക്കേഷൻ അവിടെ നിൽക്കട്ടെ. മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ പറഞ്ഞിട്ടില്ല ഇതുവരെ. എന്താണ്, രണ്ട് മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ അതിന്റെ റോയും കോളവും സാറ്റിസ്ഫൈ ചെയ്യുന്ന പ്രോപ്പർട്ടി മാത്രമേ നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, രണ്ട് മെട്രിക്സിന് പ്രോഡക്റ്റ് ഡിഫൈൻ ചെയ്യണമെങ്കിൽ ഓൾവേസ് ഫസ്റ്റ് മെട്രിക്കിന്റെ കോളവും രണ്ടാമത്തെ മെട്രിക്കിന്റെ റോയും എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. ഓക്കെ, ബാക്കി അവിടെ നിൽക്കട്ടെ. ഇവിടെ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷനോട്ട് നമ്മൾ പോയിട്ടില്ല. മൾട്ടിപ്ലിക്കേഷനോട്ട് പോകുന്നതിന് മുന്നേ സാറ്റിസ്ഫൈ ചെയ്യേണ്ട കാര്യമാണ് എന്താണ്? രണ്ട് മെട്രിക്സ് എ ബി പ്രൊഡക്റ്റ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ എയുടെ നമ്പർ ഓഫ് കോളവും ബിയുടെ നമ്പർ ഓഫ് റോ എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. നമുക്ക് കിട്ടുന്ന റിസൾട്ടന്റ് മെട്രിക്സിന്റെ ഓർഡർ എങ്ങനെ ആയിരിക്കും? ഫസ്റ്റ് മെട്രിക്കിന്റെ നമ്പർ ഓഫ് റോ ഇൻറ്റു സെക്കൻഡ് മെട്രിക്കിന്റെ നമ്പർ ഓഫ് കോളം ആയിരിക്കും. ഓക്കെ, ഇനി പ്രോഡക്റ്റ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അത് നോക്കുമ്പോൾ കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടും. ചോദിച്ചോളൂ. സാർ, നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ ഇല്ലേ, നമ്മൾ ആ ചോയ്സസ് റേസ് ടു n into n എഴുതിയത് തൊട്ട് മുന്നേ? ഓക്കെ, തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യൻ. അതിനകത്ത് അത് സ്ക്വയർ മെട്രിക്സിന്റെ കേസിലാണോ പറ്റുന്നത്? അതായത് റെക്ടാങ്കുലർ മെട്രിക്സ് ചോദിക്കും. ചോദിക്കും. റെക്ടാങ്കുലർ മെട്രിക്സ് ആണെങ്കിലും ഇപ്പൊ 3/2 മെട്രിക്സ് ആണെങ്കിൽ 3/2 മെട്രിക്സിൽ ടോട്ടൽ എലമെന്റ്സ് എത്ര ആയിരിക്കും? 6 ആയിരിക്കും. ചോയ്സസ് റേസ് ടു 6 എഴുതുക, അങ്ങനെ. ചോയ്സ് റേസ് ടു 6 എഴുതിയാൽ മതി. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഇൻഡിപെൻഡന്റ് ഓഫ് ഓർഡർ ഓഫ് ദി മെട്രിക്സ് ആണ്. ടോട്ടൽ എത്ര എലമെന്റ്സ് ഉണ്ടോ അതായിരിക്കും പവർ ആയിട്ട് വരുന്നത്. ടോട്ടൽ എത്ര ഓരോ എലമെന്റ്സിനും എത്ര പോസിബിൾ കോമ്പിനേഷൻസ് കൊടുക്കാൻ പറ്റുമോ അതായിരിക്കും ബേസ് ആയിട്ട് വരുന്നത്. ഓൾവേസ് ബേസ് റേസ് ടു ടോട്ടൽ നമ്പർ ഓഫ് എലമെന്റ്സ് ആയിരിക്കും ആൻസർ. ഓക്കെ, വീണ്ടും മെട്രിക്സ് പ്രോഡക്റ്റ് നോക്കാം. 1 2 3 4 ആണ് ഫസ്റ്റ് മെട്രിക്സ്. രണ്ടാമത്തെ മെട്രിക്സ് എന്താണ്? 5 6 7 8 ആണ്. മെട്രിക്സിന്റെ പ്രോഡക്റ്റ് കണ്ടുപിടിക്കാൻ ഫസ്റ്റ് റോ കൺസ്ട്രെയിൻ നമുക്ക് വേണ്ടുന്നത് ഈ എലമെന്റ് ആണ്. ഈ എലമെന്റ് ആക്ച്വലി എവിടെ ഇരിക്കുവാണ്? ഈ എലമെന്റ് ആക്ച്വലി ഫസ്റ്റ് റോയില് ഫസ്റ്റ് കോളത്തിൽ ഇരിക്കുവാണ്. ഈ എലമെന്റ് ഫസ്റ്റ് റോയില് ഫസ്റ്റ് കോളത്തിലാണ്. ദെർഫോർ ഫസ്റ്റ് മെട്രിക്സിന്റെ ഫസ്റ്റ് റോ കൺസ്ട്രെയിൻ, രണ്ടാമത്തെ മെട്രിക്സിന്റെ ഫസ്റ്റ് കോളം കൺസ്ട്രെയിൻ. എപ്പോഴും റോയും കോളവും ആയിരിക്കും കൺസിഡർ ചെയ്യുന്നത്. ഫസ്റ്റ് മെട്രിക്സിന്റെ ഫസ്റ്റ് റോയും സെക്കൻഡ് മെട്രിക്സിന്റെ ഫസ്റ്റ് കോളവും കൺസിഡർ ചെയ്യും. അങ്ങനെ കൺസിഡർ ചെയ്തതിനു ശേഷം കറസ്പോണ്ടിങ് എലമെന്റ്സ് എന്ത് ചെയ്യും? മൾട്ടിപ്ലൈ ചെയ്യും. കറസ്പോണ്ടിങ് എലമെന്റ്സ് 1ഉം 5ഉം 2ഉം 7ഉം ആണ്. മൾട്ടിപ്ലിക്കേഷൻ എന്തായിരിക്കും? 1 into 5. മൾട്ടിപ്ലിക്കേഷൻ ഈക്വൽ ടു 1 into 5. രണ്ടാമത്തെ മൾട്ടിപ്ലിക്കേഷൻ 2 into 7 ആണ്. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തതിനു ശേഷം അത് പരസ്പരം എന്ത് ചെയ്യും? ആഡ് ചെയ്യും. അങ്ങനെ ആഡ് ചെയ്താൽ എന്ത് കിട്ടും? ഫസ്റ്റ് എലമെന്റ് കിട്ടും. സിമിലർലി ഫസ്റ്റ് റോയിലെ സെക്കൻഡ് കോളത്തിൽ എലമെന്റ് കിട്ടാൻ ഫസ്റ്റ് റോയിൽ തന്നെയാണ്. അന്നേരം റോയ്ക്ക് ചേഞ്ച് ഇല്ല. ഫസ്റ്റ് മെട്രിക്കിന്റെ റോ അവിടെ തന്നെ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കും. ഫസ്റ്റ് റോ അവിടെ തന്നെ നിൽക്കും. പക്ഷെ എത്രാമത്തെ എലമെന്റ് ആണ്? സെക്കൻഡ് കോളത്തിൽ എലമെന്റ് ആണ്. therefore നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ഏത് കോളം ആയിരിക്കണം? സെക്കൻഡ് കോളം ആയിരിക്കണം. അതിന്റെ കറസ്പോണ്ടിങ് എലമെന്റ് പ്രോഡക്റ്റ് എന്താണ്? 1 into 6ഉം 2 into 8ഉം ആണ്. therefore 1 into 6 2 into 8 അത് തമ്മിൽ എന്ത് ചെയ്യും? ആഡ് ചെയ്യും. ഓക്കെ, അതുപോലെ സെക്കൻഡ് റോ കൺസിഡർ ചെയ്യുമ്പം അവരുടെ ഓഡിയോ ഓൺ ആണ്. ഓക്കെ, ഇതിന്റെ ഓഡിയോ ഓൺ ആണ്. പ്ലീസ് മ്യൂട്ട്. സെക്കൻഡ് റോ ഇതാണ്.
സെക്കൻഡ് റോയിൽ ഫസ്റ്റ് കോളം ഇതാണ്. ഫോർ 3 ഉം 5 മൾട്ടിപ്ലൈ 3 ഉം 5 അതിന്റെ ഓഡിയോ ഓൺ ആണ്. പ്ലീസ് ലിസൺ. 3 ഉം 5 മൾട്ടിപ്ലൈയും 4 ഉം 7 മൾട്ടിപ്ലൈയും അത് പരസ്പരം എന്ത് ചെയ്യും? ആഡ് ചെയ്യും. സിമിലർലി സെക്കൻഡ് റോയും സെക്കൻഡ് കോളവും വരുമ്പം എന്താണ്? 3 ഉം 4 ഉം വരും. അതിന്റെ കൂടെ ആര് വരും? 6 ഉം 8 ഉം വരും. ഫോർ ആൻസർ എന്തായിരിക്കും? 3 ഉം 6 ഉം മൾട്ടിപ്ലൈയും 4 ഉം 8 ഉം മൾട്ടിപ്ലൈയും അത് പരസ്പരം എന്ത് ചെയ്യും? ആഡ് ചെയ്യും. ഇതൊരു സമ്മ് കിട്ടും. 5 പ്ലസ് എന്ത് കിട്ടും? 14 കിട്ടും. ആൻസർ 19 ആയിരിക്കും. ഇവിടെ 15 പ്ലസ് 28 കിട്ടും. 6 പ്ലസ് 16 കിട്ടും. ഇതെന്തായിരിക്കും? 18 പ്ലസ് 24 ആയിരിക്കും. അതായിരിക്കും ഈ രണ്ട് മെട്രിക്സിന്റെ പ്രോഡക്റ്റ്. ഓക്കെ, ഇത് ഞാൻ ഒരു 2x2 മെട്രിക്സിന്റെ കേസാണ് പറഞ്ഞത്. 3x3 മെട്രിക്സ് ആണെങ്കിൽ സെയിം മെത്തേഡ് തന്നെയാണ്. ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളവും ഫസ്റ്റ് റോയും സെക്കൻഡ് കോളവും ഫസ്റ്റ് റോയും തേർഡ് കോളവും വരും. സിമിലർലി സെക്കൻഡ് റോയും എന്താണ്? ഫസ്റ്റ് കോളവും സെക്കൻഡ് റോയും സെക്കൻഡ് കോളവും സെക്കൻഡ് റോയും തേർഡ് കോളവും അങ്ങനെ 3 കോമ്പിനേഷൻസ് വരുന്നതുകൊണ്ട് എന്താണ്? മെത്തേഡ് സെയിം തന്നെയാണ്. ഏത് പൊസിഷനിലുള്ള എലമെന്റ് ആണോ സെലക്ട് ചെയ്യേണ്ടത്. ഇപ്പം എക്സാമ്പിള് ഒരു 3x3 മെട്രിക്സ് തരുന്നു. രണ്ട് 3x3 മെട്രിക്സ് തരുന്നിരിക്കട്ടെ. 2 3x3 മെട്രിക്സ് തരുന്നു. റിസൾട്ടന്റ് പ്രോഡക്റ്റ് സി എന്ന് ക്വസ്റ്റ്യൻ തരുന്നു. അവിടെ ലാസ്റ്റ് ഒരു എലമെന്റ് C33 എന്ന് പറഞ്ഞു തരുന്നു. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് C33 മാത്രം ചോദിച്ചാല് ഫുള്ള് മെട്രിക്സിന്റെ പ്രോഡക്റ്റ് കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. എന്ത് മാത്രം കണ്ടുപിടിച്ചാൽ മതി? ഫസ്റ്റ് മെട്രിക്കിന്റെ തേർഡ് റോയും സെക്കൻഡ് മെട്രിക്സിന്റെ തേർഡ് കോളവും ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? C33 കിട്ടും. അങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. വെറും മെട്രിക്സ് പ്രോഡക്റ്റ് അറിഞ്ഞിരിക്കുക ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞോടി പറയോ? ഇപ്പം എക്സാമ്പിള് രണ്ട് 3x3 മെട്രിക്സ് ആയിരുന്നു. അല്ലെങ്കിൽ ഒരു 3x2 മെട്രിക്സും ഒരു 3x2 മെട്രിക്സും ഒരു 2x3 മെട്രിക്സും തരുന്നു. അതിന്റെ പ്രോഡക്റ്റ് സി എന്ന് പറഞ്ഞ ക്വസ്റ്റ്യനിൽ തരുന്നു. നമുക്കറിയാം 3x2 മെട്രിക്സും 2x3 മെട്രിക്സും മൾട്ടിപ്ലൈ ചെയ്താല് കിട്ടുന്ന സി എന്ന് പറഞ്ഞ മെട്രിക്സിന്റെ ഓർഡർ എന്തായിരിക്കും? 3x3 ആയിരിക്കും. അതിലെ ഒരു എലമെന്റ് ആണ് C33 അല്ലെങ്കിൽ സി എന്താണ് 23 അങ്ങനെയുള്ള എലമെന്റ്സ്. അവർ ക്വസ്റ്റ്യനിൽ ഒരു എലമെന്റ് മാത്രം എടുത്ത് ചോദിക്കും. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് C23 അല്ലെങ്കിൽ C33 എന്ന് ചോദിക്കും. ഇപ്പൊ എക്സാമ്പിള് C23 ചോദിച്ചെന്നിരിക്കട്ടെ. C23 വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് എലമെന്റ് C23 എന്ന് പറഞ്ഞാല് സെക്കൻഡ് റോയിലെ തേർഡ് കോളത്തിൽ എലമെന്റ് ആണ്. ദർഫോർ ഈ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷനില് ഫസ്റ്റ് മെട്രിക്സിന്റെ സി എന്താണ് 23 ആണ് ഞാൻ എടുത്തത്. ദർഫോർ ഫസ്റ്റ് മെട്രിക്സിന്റെ സെക്കൻഡ് റോ രണ്ടാമത്തെ മെട്രിക്സിന്റെ തേർഡ് കോളമായിട്ട് എന്ത് ചെയ്യണം? ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? C23 കിട്ടും. ഓക്കെ, എന്നിട്ട് സിംഗിൾ എലമെന്റ് മാത്രം ചോദിച്ചാല് അത് ഏത് റോയിലെ ഏത് കോളത്തിലെ എലമെന്റ് ആണെന്ന് മാത്രം നോക്കിയാൽ മതി. കറസ്പോണ്ടിങ് ഫസ്റ്റ് മെട്രിക്സിന്റെ ആ റോയും രണ്ടാമത്തെ മെട്രിക്സിന്റെ ആ കോളവും മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്താൽ എന്ത് കിട്ടും? ആ പർട്ടിക്കുലർ എലമെന്റ് കിട്ടും. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷന്റെ പ്രോപ്പർട്ടീസ് ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ പ്രോപ്പർട്ടീസ്. ഈ പ്രോപ്പർട്ടി ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള പ്രോപ്പർട്ടിയാണ് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ. ഓക്കെ, ഫസ്റ്റ് അറിഞ്ഞിരിക്കുക, ഒരു മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഓൾവേസ് എന്തായിരിക്കും? അസോസിയേറ്റീവ് ആയിരിക്കും. എന്ന് പറഞ്ഞാല് മൂന്ന് മെട്രിക്സസ് ഉണ്ടെങ്കിൽ ഫസ്റ്റ് രണ്ട് മെട്രിക്സസും പരസ്പരം മൾട്ടിപ്ലൈ ചെയ്തിട്ട് മൂന്നാമത്തെ മെട്രിക്സുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതും രണ്ടാമത്തെയും മൂന്നാമത്തെയും മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആ കിട്ടുന്ന ആൻസർ ഫസ്റ്റ് മെട്രിക്സുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇപ്പൊ എക്സാമ്പിള് PQR പറഞ്ഞ 3 മെട്രിക്സ് എടുക്കുന്നു. ഞാൻ ഫസ്റ്റ് പിയും ക്യൂവും മൾട്ടിപ്ലൈ ചെയ്തു. ആ റിസൾട്ടിന്റെ മെട്രിക്സിന് എന്ത് ചെയ്തു? 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ആ ആൻസറും ഫസ്റ്റ് ഞാൻ ക്യൂവും ആറും മൾട്ടിപ്ലൈ ചെയ്തു. ആ QR മൾട്ടിപ്ലൈ ചെയ്യുന്ന മെട്രിക്സിന്റെ കൂടെ ലെഫ്റ്റ് സൈഡില്, റൈറ്റ് സൈഡിൽ ഒരിക്കലും കൊണ്ടുപോയി മൾട്ടിപ്ലൈ ചെയ്യലും, ലെഫ്റ്റ് സൈഡില് P കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന ആൻസർ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. Therefore എന്താണ്? 3 അല്ലെങ്കിൽ 3-ൽ കൂടുതൽ എലമെന്റ്സ് ഉണ്ടെങ്കിൽ ഓർഡർ ഓഫ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഒരിക്കലും എന്തല്ല?
ഒരു ഡിഫറെന്റ് ഫാക്ടർ അല്ല, അതൊരു സെയിം ആൻസർ ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ദെർഫോർ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഓൾവേസ് എന്തായിരിക്കും? അസോസിയേറ്റീവ് ആയിരിക്കും. വളരെ ഇമ്പോർട്ടന്റ് ആണ്, അസോസിയേറ്റീവ് ആയിരിക്കും. ഇത് നോർമലി യൂസ് ചെയ്യുന്നത് എയും ബിയും കണ്ടുപിടിച്ചിട്ട് സി ഫൈൻഡ് ചെയ്യുന്ന ആൻസറും ബിയും സിയും കണ്ടുപിടിച്ചിട്ട് എ ഫൈൻഡ് ചെയ്യുന്ന ആൻസറും ഈക്വൽ ആണെന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ അവിടെ വരുന്ന ടോട്ടൽ നമ്പർ ഓഫ് അഡിഷൻസും ടോട്ടൽ നമ്പർ ഓഫ് മൾട്ടിപ്ലിക്കേഷൻസും എന്തായിരിക്കും? ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പൊ നോർമലി എന്താണ് ഡിജിറ്റൽ കമ്പ്യൂട്ടേഴ്സിൽ അല്ലെങ്കിൽ ഗ്രാഫിക്സിലൊക്കെ അല്ലെങ്കിൽ ഗ്രാഫിക് തിയറിയിലൊക്കെ ഇൻപുട്സ് കൊടുക്കുന്നത്, ഡേറ്റ ഇൻപുട്സ് കൊടുക്കുന്നത് മെട്രിക്സ് ഫോർമാറ്റിലായിരിക്കും. അവിടെ എന്താണ് ഡിജിറ്റൽ കോമ്പണന്റ് ആഡേഴ്സും മൾട്ടിപ്ലയേഴ്സും ഉണ്ട്. അവിടെ ടോട്ടൽ നമ്പർ ഓഫ് അഡിഷനും ടോട്ടൽ നമ്പർ ഓഫ് മൾട്ടിപ്ലിക്കേഷനും കുറയ്ക്കണമെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഓർഡറിൽ എന്തായിരിക്കണം? ഏറ്റവും കുറഞ്ഞ നമ്പർ ഓഫ് മൾട്ടിപ്ലിക്കേഷൻസും നമ്പർ ഓഫ് അഡിഷൻസും ആയിരിക്കണം. അത് ബേസ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ABC പ്രോഡക്റ്റ് കണ്ടുപിടിക്കാൻ എയും ബിയും മൾട്ടിപ്ലൈ ചെയ്തിട്ട് സി ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ബിയും സിയും മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആ എലമെന്റ് എന്ത് ചെയ്യാം, ആ മെട്രിക്സ് എന്ത് ചെയ്യാം, എ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. റിസൾട്ടിന്റെ ആൻസർ സെയിം ആയിരിക്കും. പക്ഷെ ടോട്ടൽ നമ്പർ ഓഫ് മൾട്ടിപ്ലിക്കേഷൻസും ടോട്ടൽ നമ്പർ ഓഫ് അഡിഷൻസും എന്താകാം? ഡിഫറെന്റ് ആകാം. ഓക്കെ, രണ്ടാമത്തെ പ്രോപ്പർട്ടിയാണ് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി. എന്താണ്? ഡിസ്ട്രിബ്യൂട്ടീവ് ഓഫ് അഡിഷൻ ഓവർ മൾട്ടിപ്ലിക്കേഷൻ ആണ്. രണ്ട് മെട്രിക്സിന്റെ സമ്മ് മൾട്ടിപ്ലൈഡ് വിത്ത് അനദർ മെട്രിക്സ് സി വിച്ച് ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? സി ടൈംസ് ഫസ്റ്റ് മെട്രിക്സ് പ്ലസ് സി ടൈംസ് സെക്കൻഡ് മെട്രിക്സ് ആയിരിക്കും. സിമിലർലി എ പ്ലസ് ബി മൾട്ടിപ്ലൈഡ് വിത്ത് സി ഈക്വൽ ടു എന്തായിരിക്കും? ഫസ്റ്റ് മെട്രിക്സിനെ സി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, സെക്കൻഡ് മെട്രിക്സിനെ സി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. പരസ്പരം എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ മതി. പക്ഷെ ഒരിക്കലും എ ബി പ്രോഡക്റ്റ് ബി എ ആണെന്ന് പറയാൻ പറ്റില്ല. എ ബി നോട്ട് ഓൾവേസ് ആണ്, നോട്ട് ഓൾവേസ് ഈക്വൽ ടു എന്താണ്? ബി എ. ദെർഫോർ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഈസ് നോട്ട് എന്താണ്? നോട്ട് കമ്മ്യൂട്ടേറ്റീവ് ആണ്. ഈ മൂന്ന് പ്രോപ്പർട്ടീസും ഓർത്തിരിക്കുക. ഇതിനെ ബേസ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യനും കൂടെ സോൾവ് ചെയ്തിട്ട് നമുക്ക് ക്ലാസ് സ്റ്റോപ്പ് ചെയ്യാം. അല്ലാന്ന് പറയുന്നില്ലോ. കേട്ടില്ല, എന്താണ്? ലാസ്റ്റത്തെ സ്ലൈഡ് ഒന്ന് കാണിച്ചു സർ. അല്ലാന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഈ നോട്ട് ഈക്വൽ ടു ബി എന്ന് പറയുമ്പോൾ രണ്ട് പ്രോഡക്റ്റും എന്തായാലും ഈക്വൽ തന്നെ ആയിരിക്കത്തില്ലേ? ഇല്ലല്ലോ, ഒരിക്കലും ഇല്ല. എ ബി പ്രോഡക്റ്റും നിങ്ങൾ രണ്ട് മെട്രിക്സ് നിങ്ങൾ എക്സാമ്പിൾ നോക്കൂ. ഞാൻ രണ്ട് മെട്രിക്സ് എഴുതുന്നു. 1 2 2 1. ഫസ്റ്റ് മെട്രിക്സ് 1 2 2 1 ആണ്. -1 0 0 -1. ഈ രണ്ട് മെട്രിക്സ് ഇവിടെ സീറോയ്ക്ക് പകരം 1 എഴുതുന്നു. ഇങ്ങനെയും മൾട്ടിപ്ലൈ ചെയ്ത് നോക്കൂ. നമുക്ക് കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? ഡിഫറെന്റ് ആയിരിക്കും. എല്ലാ കേസിലും അങ്ങനെ തന്നെ ആയിരിക്കും. എല്ലാ കേസിലും അങ്ങനെ തന്നെ ആയിരിക്കുന്ന നിർബന്ധമില്ല. ഇപ്പം ഒരു പ്രോപ്പർട്ടി, ഇപ്പം അസോസിയേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാല് എന്താണ്? എല്ലാ മെട്രിക്സ് എടുത്താലും ആ പ്രോപ്പർട്ടി എന്ത് ചെയ്യണം? ഒബേ ചെയ്യണം. ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാല് യൂണിവേഴ്സിലുള്ള എല്ലാ മെട്രിക്സ് എടുത്താലും ആ പ്രോപ്പർട്ടി എന്ത് ചെയ്യണം? ഒബേ ചെയ്യണം. ഇപ്പം ഞാൻ ഒരു 1 lakh എലമെന്റ്സ് മെട്രിസസ് എടുക്കുന്നു. 1 lakh മെട്രിസസിലും കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നു. പക്ഷെ അത് കഴിഞ്ഞെടുക്കുന്ന രണ്ട് മെട്രിസസില് എ ബിയും ബി എം ഈക്വൽ അല്ല എങ്കിലും എനിക്ക് പറയാൻ പറ്റില്ല എന്താണെന്ന്? കമ്മ്യൂട്ടേറ്റീവ് ആണെന്ന്. കാരണം ഒരു എലമെന്റ് അല്ലെങ്കിൽ ഒരു കേസ് എന്ത് ചെയ്തു? ഫെയിലായി. എ ബി നോട്ട് ഈക്വൽ ടു ബി ആണ്. ദെർഫോർ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എന്തായിരിക്കും? നോട്ട് കമ്മ്യൂട്ടേറ്റീവ് ആയിരിക്കും. അത് എത്രത്തോളം എക്സാമ്പിൾസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുള്ളതല്ല ഇമ്പോർട്ടൻസ്. ഒരു എക്സാമ്പിള് എന്താണ്? നോട്ട് സാറ്റിസ്ഫൈങ് ആണെങ്കിൽ ആ പ്രോപ്പർട്ടി ഒരിക്കലും എന്തല്ല? ഒബേയിങ് അല്ല. ദെർഫോർ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എന്താണെന്ന് പറയാൻ പറ്റില്ല? കമ്മ്യൂട്ടേറ്റീവ് ആണെന്ന് പറയാൻ പറ്റില്ല. എക്സാമ്പിള് രണ്ട് റിയൽ നമ്പേഴ്സിനെ ഞാൻ എടുക്കുന്നു. രണ്ട് റിയൽ നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്താൽ സെയിം ആൻസർ ആയിരിക്കും. എന്താണ്? -∞ ടു +∞ വരെയുള്ള ഏത് റിയൽ നമ്പർ എടുത്താലും ഓൾവേസ് എ ബി പ്രൊഡക്റ്റ് ഈക്വൽ ടു ബി എ പ്രൊഡക്റ്റ് ആയിരിക്കും. Therefore എന്താണ്? മൾട്ടിപ്ലിക്കേഷൻ ഓഫ് 2 നമ്പേഴ്സ് എന്തായിരിക്കും? കമ്മ്യൂട്ടേറ്റീവ് ആയിരിക്കും. പക്ഷേ മെട്രിസസിന്റെ കേസിൽ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് 2 മെട്രിസസ് എന്തല്ല? ഓൾവേസ് ഈക്വൽ അല്ല. എ ബി നോട്ട് ഈക്വൽ ടു ബി എ ആണ്. നോട്ട് ഓൾവേസ് ആണ്. ഈക്വൽ ആയിട്ട് വരുന്ന കേസ് വരാം. നോട്ട് ഓൾവേസ് ആയതുകൊണ്ട് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 1 എക്സാമ്പിൾ നോട്ട് സാറ്റിസ്ഫൈങ് ആയതുകൊണ്ട് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എന്തായിരിക്കും? നോട്ട് കമ്മ്യൂട്ടേറ്റീവ് ആയിരിക്കും.
ക്വസ്റ്റ്യൻ നോക്കുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങളോട് എക്സ്ട്രാ ആയിട്ട് പറയാം. ഇപ്പം ചില ക്വസ്റ്റ്യനില് എ ബിയും എ സിയും ഈക്വൽ ആയിട്ട് തന്നാല് സെയിം മെട്രിക്സ് സെയിം പൊസിഷനിൽ വന്നാലും മാത്രം നമുക്ക് എന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്യാം. therefore ബി ഈക്വൽ ടു എന്തായിരിക്കും, സി ആയിരിക്കും. തിരിച്ച് എ ബി ഈക്വൽ ടു സി എന്ന് തരുന്നു, ഒരിക്കലും എയും ക്യാൻസൽ ചെയ്യത്തില്ല. കാരണം എന്താണ്, ഒരെണ്ണം ലെഫ്റ്റിലും ഒരെണ്ണം റൈറ്റിലുമാണ്. therefore ഈ കേസിൽ ഒരിക്കലും ബി ഈക്വൽ ടു എന്താകത്തില്ല, സി ആകത്തില്ല. സിമിലർലി ബി എയും സി എയും ഈക്വൽ ആണെങ്കിൽ റൈറ്റ് സൈഡില് സെയിം മെട്രിക്സ് വന്നിട്ടുണ്ട്. therefore നമുക്ക് എന്ത് ചെയ്യാം, റൈറ്റിലെ മെട്രിക്സിനെ ക്യാൻസൽ ചെയ്യാം. ആ ക്യാൻസലേഷന് പറയും റൈറ്റ് ക്യാൻസലേഷൻ എന്ന് പറയും. ഈ ക്യാൻസലേഷന് പറയും ലെഫ്റ്റ് ക്യാൻസലേഷൻ എന്ന് പറയും. ഇവിടെ ആക്ച്വലി ജസ്റ്റ് കട്ട് ചെയ്യുകയല്ല, ആക്ച്വലി ചെയ്യുന്നത് എ ബിയും എ സിയും ഈക്വൽ ആണെങ്കിൽ റൈറ്റിലും ലെഫ്റ്റിലും നമുക്ക് എന്ത് ചെയ്യാം, സെയിം മെട്രിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. രണ്ട് സൈഡിലും റൈറ്റിലും ലെഫ്റ്റിലും ഞാൻ എ ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. എ ഇൻവേഴ്സ് ഇൻറ്റു എ എന്തായിരിക്കും, ഐഡന്റിറ്റി മെട്രിക്സ് ആയിരിക്കും. സിമിലർലി റൈറ്റിലും എ ഇൻറ്റു എ ഇൻവേഴ്സ് എന്തായിരിക്കും, അല്ലെങ്കിൽ എ ഇൻവേഴ്സ് ഇൻറ്റു എ എന്തായിരിക്കും, ഐഡന്റിറ്റി മെട്രിക്സ് ആയിരിക്കും. therefore ഐ ഇൻറ്റു ബി ആയിരിക്കും, ഐ ഇൻറ്റു സി എന്തായിരിക്കും, സി ആയിരിക്കും. അതിൽ ഒരു മെട്രിക്സിന് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുവാണെങ്കിൽ റൈറ്റിലും ലെഫ്റ്റിലും സെയിം പൊസിഷനിൽ സെയിം മെട്രിക്സ് വന്നാൽ നമുക്ക് എന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്യാം. ആ ക്യാൻസലേഷൻ പറയും ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ക്യാൻസലേഷൻ എന്ന് പറയും. ആ ക്യാൻസലേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് എപ്പോൾ മാത്രമാണ്, മെട്രിക്സിന് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുമ്പോൾ മാത്രമാണ്. മെട്രിക്സിന് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ഡിറ്റർമിനന്റ് ഓഫ് ദ മെട്രിക്സ് എന്തായിരിക്കണം, നോൺ സീറോ ആയിരിക്കണം. അത് നമ്മൾ പറഞ്ഞിട്ടില്ല എന്താണ് ഡിറ്റർമിനന്റ് എന്ന്, എന്നാലും അറിഞ്ഞിരിക്കുക. ഒരു മെട്രിക്സ് ഇൻവേർട്ടിബിൾ ആണെങ്കിൽ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് എന്തായിരിക്കണം, നോട്ട് ഈക്വൽ ടു സീറോ ആയിരിക്കണം. ആ ടൈപ്പ് ഓഫ് മെട്രിക്സിനെ നമുക്ക് പറയാം നോൺ സിംഗുലർ മെട്രിക്സ് എന്ന് പറയാം. ഓൾറെഡി ടൈം കൂടുതലെടുത്ത് നമുക്ക് ക്ലാസ് സ്റ്റോപ്പ് ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് സോൾവ് ചെയ്യാം.